നമസ്കാരം. അപ്പോൾ ഡാറ്റ ജേർണലിസത്തെക്കുറിച്ച് ഇപ്പം മുമ്പ് സംസാരിച്ച ആൾ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഓൾറെഡി അതിന് ഉത്തരം വന്നു കഴിഞ്ഞുവെങ്കിലും ഇവരുടെ അതിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡാറ്റ ജേർണലിസത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് മനോരമ എന്ന ആൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ട്രോളുകളെ കാണാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇടുക്കി ഡാം തുറന്നുവിട്ട സമയത്ത് മീൻ ഏത് വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മാപ്പ് വരും എന്നൊക്കെ പറഞ്ഞതിൽ ട്രോളുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എങ്കിലും കൂടുതൽ എന്താ പറയുക, ഈ മാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡാറ്റ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നത്തിൽ എന്നും മനോരമ മുന്നിലാണ് എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ആദ്യമായിട്ട് ഈ ഒരു ഡാറ്റ ജേർണലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരളത്തിലെ നിലവിലെ ഡാറ്റ ജേർണലിസത്തിൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണെന്നുള്ളത്? മനോരമയെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. കാര്യം എനിക്ക് എൻ്റെ കാര്യമാണല്ലോ അറിയാവുന്നത്. അതായത് ചലഞ്ച് ഇപ്പം നവനീത് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിൽ തോന്നുകയായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചെന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ വിദേശ പത്രങ്ങളോ മറ്റു ഇംഗ്ലീഷ് പത്രങ്ങളെ ഞാൻ പറയുന്നില്ല, അവർക്കും ഇതേ പ്രശ്നമാണ്. ഇന്ത്യയിൽ വാർത്തയാണ് കൂടുതൽ, നമുക്ക് ഇത് കൊടുക്കാനുള്ള സ്ഥലമാണ് ഇല്ലാത്തത്. അപ്പോൾ ശരിക്കും പത്രത്തിൽ പ്രാക്ടിക്കലി പറഞ്ഞാൽ ഞങ്ങൾ ഈ ഡാറ്റ ജേർണലിസമായിട്ട് ബന്ധപ്പെട്ടോ ഇൻഫോഗ്രാഫിക്സായിട്ട് ബന്ധപ്പെട്ടോ പ്രവർത്തിക്കുന്നവർക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒന്ന് മര്യാദയ്ക്ക് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്ഥലമില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ഷൻ, അപ്പോൾ അതിപ്പോൾ നവനീതോടെ പറഞ്ഞു, നവീനൊക്കെയാണ് അന്ന് എന്നെ സഹായിച്ചത്. നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഫ്ലറിഷ് വെച്ചിട്ട് നമ്മൾ ഓരോ പഞ്ചായത്തിലെയും റിസൾട്ട് അതിൻ്റെ നിറം മാറ്റം വെച്ച് ഫുൾ പേജ് മനോരമയിൽ ഫുൾ ഡാറ്റ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് കുഴപ്പമില്ല. അന്നത്തെ ദിവസം ഇഷ്ടംപോലെ ഇലക്ഷനാണ്, അതിനുവേണ്ടി പ്രത്യേകം സ്ഥലം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഒരു പ്രശ്നമില്ല. പക്ഷേ ഡെയിലി നമ്മളുടെ ഓരോ ഡാറ്റകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇത് ഉപയോഗിക്കാൻ നമുക്ക് സ്ഥലത്തിൻ്റെ പ്രശ്നമുണ്ട്. അതാണ് ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചലഞ്ച് സ്വാഭാവികമായും എക്സ്പേർട്സ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ജേർണലിസ്റ്റാണ്. മനോരമയിൽ വന്നത് പ്രത്യേകിച്ച് ഡാറ്റ ജേർണലിസമായിട്ടോ ഇൻഫോഗ്രാഫിക്സായിട്ടോ ഒരു താല്പര്യവും ഉണ്ടായിട്ടല്ല വന്നത്. ഞാൻ സാധാരണ ജേർണലിസ്റ്റുകൾ വന്ന പോലെ തന്നെ വന്നു, അതുപോലെ തന്നെ ജോലി ചെയ്തു. കോട്ടയത്ത് മനോരമയുടെ വിഷ്വൽ ഡെസ്കിൻ്റെ ചുമതല എൻ്റെ ജോലിയായിട്ട് വന്നപ്പം നമ്മൾ സാധാരണ ആർട്ടിസ്റ്റുകളെ കൊണ്ടാണ് ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യിക്കുന്നത്. ചില സാഹചര്യത്തിൽ പറ്റാതെ വരുമ്പോൾ നമ്മൾ സ്വയം ചെയ്യാൻ തുടങ്ങി, ചെറുതായിട്ട് ചെയ്തു തുടങ്ങി. പിന്നെ ചെറുതായി ചെയ്തപ്പോൾ നമ്മൾ വിദേശ പത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അതുപോലെ എന്തുകൊണ്ട് ചെയ്തുകൂടാ മനോരമയിൽ. അങ്ങനെ കുറച്ചുകൂടി വലുത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വലിപ്പം കൂടിയത് ഫുൾ പേജ് ഡബിൾ സ്പ്രെഡ് ഗ്രാഫിക്സുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, വിഷ്വലൈസേഷൻ ഡാറ്റ. പക്ഷേ അതൊന്നും എപ്പോഴും പറ്റത്തില്ല. ഇപ്പോഴതൊക്കെ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് സത്യം. കാര്യം ഇപ്പം ഈ കോവിഡിന് ശേഷമുള്ള കാലത്ത് മൊത്തത്തിൽ പത്രങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളുടെ ഭാഗമായി നമ്മുടെ സ്ഥലം കുറയുന്നു, പരസ്യം കുറയുന്നു. സാധാരണ പരസ്യം കൂടുമ്പോഴാണ് വാർത്താ സ്ഥലവും കൂടുന്നത്. അപ്പോൾ ഇത് രണ്ടും കുറയുന്ന ഒരവസ്ഥയാണ് ഇപ്പം മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് അതാണ് ഫസ്റ്റ് ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഓൺലൈനിൽ ഈ പ്രതിസന്ധി ഒന്നുമില്ല, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അത് നോക്കാൻ താല്പര്യമുള്ള ആളുകളെ കിട്ടുക എന്നുള്ള പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. അത് ശരത്തിനായിരിക്കും കുറച്ചുകൂടി അതിനെപ്പറ്റി പറയാൻ. ഈ ഞാൻ കേരളീയം മാസിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ് പ്ലാറ്റ്ഫോം ആണ് ഇപ്പോൾ ഞങ്ങൾ റൺ ചെയ്യുന്നത്. പക്ഷേ കേരളീയം 25 വർഷമായിട്ടുള്ളൊരു ഒരു പബ്ലിക്കേഷനാണ്. ഞങ്ങൾ 2020 വരെ പ്രിൻ്റ് രൂപത്തിൽ തന്നെയായിരുന്നു, മാസികയുടെ രൂപത്തിൽ തന്നെയായിരുന്നു 98 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2020 ഇപ്പോൾ കോവിഡ് കാരണമാണ് നമ്മൾ അത് ഓൺലൈൻ എന്നുള്ള രൂപത്തിലേക്ക് മാറുന്നത്. അപ്പം ഓൺലൈൻ എന്നുള്ള രൂപത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിൽ കണ്ടിരുന്നൊരു കാര്യവും ഇത്തരത്തിലുള്ള ഡേറ്റ വിഷ്വലൈസേഷൻ, അത്തരത്തിലുള്ള ഒരു ആഗ്രഹങ്ങളോടെ തന്നെയൊക്കെയാണ് നമ്മൾ അത്തരത്തിലൊരു പ്രിൻ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും വെബ് പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നത്. പിന്നെ കേരളീയം എന്ന് പറയുന്നത് അത് നടത്തുന്ന ജേർണലിസം എന്ന് പറയുന്നത് തന്നെ കുറച്ചും കൂടി ഇപ്പോൾ ജേർണലിസം, ഇപ്പോൾ എക്കോളജിക്കൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മളൊരു ജേർണലിസ്റ്റിക് റിപ്പോർട്ടിങ്ങിനാണ് കൂടുതലായിട്ടും ശ്രമിക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ഒരു അനലിറ്റിക്കൽ സ്വഭാവത്തിലുള്ള ഡെസ്കിൽ നിന്നുള്ള
ഒരു ജേർണലിസ്റ്റേക്കാൾ കൂടുതലായിട്ട് കേരളത്തിൻ്റെ എക്കോളജിക്കൽ ഇഷ്യൂസിലും സോഷ്യൽ ഇഷ്യൂസിലും ഒക്കെ നേരിട്ട് ഗ്രൗണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ജേർണലിസത്തിനാണ് കേരളീയം 98 മുതൽ തന്നെ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഇപ്പോൾ പരിസ്ഥിതി വിഷയങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഒരു അനലിറ്റിക്കൽ സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ സോജിമുഖി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ കുറച്ചും കൂടി ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രസിദ്ധീകരണ രൂപത്തിലൊക്കെ ആയിരുന്നു 1980s അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കേരളീയം ഈ 90കളുടെ അവസാനം തുടങ്ങുമ്പോൾ തന്നെ കേരളത്തിലെ പരിസ്ഥിതി വിഷയങ്ങൾ നേരിട്ട് ഗ്രൗണ്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നതും. ആ രൂപത്തിലുള്ള ഒരു വ്യത്യാസമായിരുന്നു കേരളീയം എന്നുള്ളൊരു പ്രസിദ്ധീകരണം. അത് പത്രരൂപത്തിലായിരുന്നു. 90s തുടങ്ങുമ്പോൾ അതൊരു പത്രരൂപത്തിലായിരുന്നു, പിന്നീട് ടാബ്ലോയിഡ് രൂപത്തിലായി, പിന്നീട് മാസിക രൂപത്തിലായി. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം റിപ്പോർട്ടിങ്ങിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ ഡേറ്റയുടെ ഒരു പ്രാധാന്യത്തെ വളരെയധികം മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ പലപ്പോഴും കേരളത്തിലെ അതിന് മുമ്പുള്ള പരിസ്ഥിതി വിഷയങ്ങൾ സംസാരിച്ചിരുന്ന പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങൾ സംസാരിച്ചിരുന്ന പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ച് പക്ഷേ ഡേറ്റ പ്രധാനമായിരിക്കില്ല. കാരണം ഒരു അനലിറ്റിക്കൽ സ്വഭാവത്തിലുള്ളൊരു ലേഖനം എഴുതുന്ന ലേഖകൻ്റെ അറിവ് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ അറിവായിരിക്കും അവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത്, ആ ഡേറ്റയേക്കാൾ. പക്ഷേ നമ്മൾ രണ്ട് തരത്തിലുള്ളൊരു പ്രതിസന്ധി ഈ റിപ്പോർട്ടിങ്ങിനകത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്ന്, നേരത്തെ നവീൻ സംസാരിച്ച പോലെ തന്നെ ഈ ഒഫീഷ്യൽ ഡേറ്റ എന്നുള്ളത് പലപ്പോഴും നമുക്കെതിരായിട്ടായിരിക്കും നിൽക്കുക. നമ്മൾ അപൂർണ്ണ മാത്രമല്ല, നമ്മൾ ഇതുവഴി പറയാൻ ശ്രമിക്കുന്ന ഒരു അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടായിരിക്കും ഒഫീഷ്യൽ ഡേറ്റ പലപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റയെ പലപ്പോഴും നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും ഒരു കൗണ്ടർ നെറേറ്റീവ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ ഒരു ജേർണലിസത്തിനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന സർക്കാർ ഡേറ്റയെ നമ്മൾ വേറൊരു തരത്തിൽ ചലഞ്ച് ചെയ്യേണ്ട ഒരു ബാധ്യത എല്ലാ സമയത്തും വരും. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വല്ലാർപാടം ടെർമിനൽ ഇത് കൊച്ചിയിൽ വരുന്നു. അപ്പോൾ വല്ലാർപാടം ടെർമിനൽ കൊച്ചിയിൽ വരുമ്പോൾ അന്ന് 2007 സമയത്ത് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വല്ലാർപാടം ടെർമിനലിൽ വരുമ്പോൾ അതിലേക്കൊരു റെയിൽ പാത പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് അവിടെ ആദ്യം സമരം തുടങ്ങുന്നത്. വടുതല എന്നുള്ളൊരു സ്ഥലത്ത് കൂടിയായിരുന്നു ഇതിൻ്റെ അലൈൻമെൻറ്റ് പോകുന്നത്. ഞാനൊരു വിഷ്വലൈസേഷൻ്റെ ഒരു പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിച്ചൊരു ഘട്ടം പറയുകയാണ്. അപ്പോൾ വടുതല എന്നുള്ളൊരു സ്ഥലത്ത് കൂടിയായിരുന്നു ഇതിൻ്റെ അലൈൻമെൻറ്റ് അങ്ങനെ പോയി. അത് അങ്ങനെ ഈ നമ്മൾ വൈപ്പിനിലേക്ക് പോകുന്ന ഗോശ്രീ പാലത്തിൻ്റെ പാരലായിട്ട് വലിയൊരു റെയിൽപാലം, ഇപ്പോൾ ആ റെയിൽപാലം ഉണ്ട്. ആ റെയിൽപാലത്തിലൂടെ ഇങ്ങനെ വന്ന് വല്ലാർപാട് ഐലൻഡിൽ വന്ന് നിൽക്കുന്ന ഒരു വലിയ റെയിൽപാതയാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് കൊച്ചിയുടെ ഒരു ഭാഗത്ത്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സമരം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സർക്കാർ ഡേറ്റ നമ്മളിതിനകത്ത് നോക്കുമ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു റൂട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം സർക്കാരിൻ്റെ ഡേറ്റയും മാപ്പും മാത്രമാണ് നമുക്ക് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ടൂൾസ് ഇല്ല, നമുക്കൊരു ഇൻ്റർനെറ്റ് പോലും മര്യാദയ്ക്ക് ഒരു കണക്ഷൻ ഇല്ലാത്തൊരു കാലമാണ് 2007 ആ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ചലഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും ഒരു മാപ്പ് വരയ്ക്കണം. അപ്പോൾ ശരിക്കും ഇതിന് ബദലായിട്ടുള്ള പാത ഈ സമരം ചെയ്യുന്ന ആളുകൾ അന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇതൊരു നീളം കൂടിയ പാതയാണ്, ഇതൊരു പുതിയ പാതയാണ്, ഈ നീളം കൂടിയ പാതയാണ്. ഈ രീതിയിൽ പോയാൽ ഇത്രയധികം വീടുകൾ നഷ്ടമാകും. ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കിൽ അത്രയധികം വീടുകൾ നഷ്ടമാവില്ല, പക്ഷേ സമരക്കാരുടെ കണക്കിൽ വീടുകൾ നഷ്ടമാകും. അപ്പം അവിടെ തന്നെ സർക്കാർ ഡേറ്റയും സമരപ്രവർത്തകരുടെ കയ്യിലുള്ള ഡേറ്റയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം വന്നു. അപ്പോൾ ഏത് ഡേറ്റയാണ് ശരിയെന്നുള്ള പ്രശ്നം വരും. സർക്കാർ നമ്മളോട് പറയും നിങ്ങൾ ജനറേറ്റ് ചെയ്ത ഡേറ്റ ശരിയല്ല, ഈ സമരപ്രവർത്തകർ ജനറേറ്റ് ചെയ്ത ഡേറ്റ ശരിയല്ല, കേരളീയ അത് കൊടുത്തത് ശരിയല്ല എന്നുള്ളത് സർക്കാരിൻ്റെ വേർഷൻ വരും. അത് ഇപ്പോഴും നമ്മൾ അത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഡേറ്റയാണ് ശരിയെന്നുള്ളത് നമ്മൾ ഡേറ്റയെ വിഷ്വലൈസ് ചെയ്യുമ്പം ഈ കൗണ്ടർ ഡേറ്റകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ചലഞ്ച് വരും. മാത്രമല്ല ഈ വിഷ്വലൈസേഷൻ എന്നുള്ളൊരു സ്ഥലത്ത് ഇപ്പം നമ്മൾ അവിടെ ഒരു എറണാകുളം റെയിൽവേ ഗുഡ്സ് യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പഴയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ERG എന്ന് പറഞ്ഞൊരു പഴയ റെയിൽവേ സ്റ്റേഷൻ. മഹാത്മാഗാന്ധിയൊക്കെ വന്ന് ട്രെയിൻ ഇറങ്ങിയ എറണാകുളത്ത് ടാറ്റാപുരം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ ബാക്ക് സൈഡിലായിട്ട് മംഗളവനത്തിനടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ ഒരു റെയിൽപാതയുണ്ട്, നിലവിലൊരു റെയിൽപാതയുണ്ട്. അവിടുന്ന് നേരെ ഒരു പാലം വലിച്ചാൽ മംഗളവനത്തിൻ്റെ സൈഡിലൂടെ നമുക്ക് ഈ പറഞ്ഞ വല്ലാർപാട് ഐലൻഡിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അങ്ങനെ നേരെ ഒരു പാലം വലിച്ചാൽ അവിടെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്നും ഈ പറയുന്ന ഗോശ്രീ പാലങ്ങൾ വന്ന ശേഷം ഹൈക്കോടതിയിൽ നിന്നും വൈപ്പിനിലേക്ക് പോകുന്ന വഴിയിൽ പ്രസ്റ്റീജ് ഗ്രൂപ്പ് അടക്കമുള്ള പുതിയ വലിയ ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റുകൾ വന്നതുകൊണ്ട് മാത്രമാണ് അലൈൻമെൻറ്റ് മാറിപ്പോയത്. മുളവുകാട് വടുതല തൊട്ട് മുളവുകാടുള്ള ഐലൻഡിൽ താമസിക്കുന്ന വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളുടെ വീടുകൾ ഒഴിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഈ വിഷ്വലൈസേഷൻ നമ്മളെങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മളൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. കാരണം 2007 ഡിസംബറിൽ കേരളത്തിൻ്റെ ആർക്കൈവ്സിൽ പോയ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാം. നമ്മളിതൊരു 3 പേജുള്ള ആർട്ടിക്കിളായിട്ടായിരിക്കും ഇത് എഴുതുന്നത്. കാരണം ഇതിനെ ഒരു തരത്തിലും വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് ഒരു സഹായം അന്ന് കിട്ടുന്നൊരു സാഹചര്യം ഇല്ല ചെറിയ പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ച്. പിന്നെ ഒരുപക്ഷെ ആ തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റ് മോഡലിനെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡേറ്റ വിഷ്വലൈസേഷന് ചിലപ്പോൾ മനോരമ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും. ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാകും, പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു ചലഞ്ച് അഭിമുഖീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം കൂടിയാണ് നമ്മൾ. പലപ്പോഴും ഈ കൗണ്ടർ നറേറ്റീവ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഏത് ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ ഡേറ്റയെ വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങളെ ആര് സഹായിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം വരും. ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഡിസൈൻ ആൻഡ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് സേതുദാസ് എന്നൊക്കെ പറഞ്ഞ് യേശുദാസ് സാറിൻ്റെ മക്കളൊക്കെ ചേർന്നിട്ട്
ഒരു ഡിസൈൻ ആൻഡ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ തുടങ്ങിയും അവർ ERG പാതയിൽ നിന്നും എങ്ങനെ എത്ര ദൂരം കൊണ്ട് വല്ലാർപ്പാടത്തേക്ക് എത്താം, ഇപ്പം നിലവിൽ പറയുന്ന ഈ കളമശ്ശേരിയിൽ നിന്നും വരുന്ന റെയിൽവേ ലൈൻ വഴി എത്ര ദൂരം കൊണ്ട് വല്ലാർപ്പാടത്തേക്ക് എത്താം എന്നുള്ള ഒരു ഡേറ്റ അവർ ജനറേറ്റ് ചെയ്തു, ഒരു മാപ്പ് അവർ ജനറേറ്റ് ചെയ്തു. അത് പിന്നീട് ഞങ്ങൾ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കൗണ്ടർ ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവർ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്, അവരതൊന്ന് ജനറേറ്റ് ചെയ്തത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൗണ്ടർ നറേറ്റീവ്സിന് ആവശ്യമായിട്ടുള്ളൊരു ഡേറ്റയെ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, ആ ഡേറ്റയെ നമുക്ക് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്നുള്ള ഒരു ചലഞ്ചിലൂടെ ആണ് നമ്മളെപ്പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ എല്ലാ കാലത്തും കടന്നു പോയിട്ടുള്ളത്. ഇപ്പോഴും അത്തരത്തിലുള്ള ചലഞ്ചസാണ് നമ്മൾ പലപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും വരുന്നത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ ക്വാറികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ നിങ്ങളുടെ ഡേറ്റ ശരിയല്ല എന്ന് പറയുന്ന 1000 ഈ ഒഫീഷ്യൽ ഡേറ്റ എന്ന് പറയുന്നൊരു ഡേറ്റ ഉണ്ടാവും. അതിൻ്റെ മറുവശത്ത് നിന്നിട്ടുള്ളൊരു കൗണ്ടർ ഡേറ്റ ആയിരിക്കും നമ്മളെപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പോൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു മാപ്പ് തയ്യാറാക്കാനുള്ളൊരു ശ്രമം നടത്തി. ഗാഡ്ഗിൽ റിപ്പോർട്ടും വന്നു, കസ്തൂരിരംഗൻ റിപ്പോർട്ടും വന്നു. ഈ 2 റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിശ്ചയിച്ചിട്ടുള്ള, കേരളത്തിൽ അവർ മാപ്പ് ചെയ്ത പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ എത്ര ക്വാറികളുണ്ട്, ഈ ക്വാറികൾ എത്രയുണ്ടെന്നുള്ളത് നമ്മൾ കേരളത്തിലെ സമരങ്ങളോട് സംസാരിച്ചിട്ട്, കേരളത്തിലെ പശ്ചിമഘട്ടത്തിലുള്ള ക്രഷർ ക്വാറി വിരുദ്ധ സമിതികളുടെ ഒരു കളക്റ്റീവ് ഉണ്ടായിരുന്നു, സംസ്ഥാനതല കളക്റ്റീവ് ഉണ്ടായിരുന്നു. ഈ സംസ്ഥാനതല കളക്റ്റീവിനോട് സംസാരിച്ചിട്ട് കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ക്വാറികൾ നിൽക്കുന്ന പഞ്ചായത്തിലെ ലൊക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ലൊക്കേഷൻസിനെ നമ്മൾ രേഖപ്പെടുത്തുകയും ഈ മാപ്പിനെ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പറയുന്ന എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ മാപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പം ഓരോ EZ1 എത്ര കോറിയുണ്ട്, EZ2 എത്ര കോറിയുണ്ട്, EZ3 എത്ര കോറിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഡേറ്റ ഒരു ഒഫീഷ്യൽ ഡേറ്റ ആയിട്ട് അംഗീകരിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു കൗണ്ടർ ഡേറ്റയാണ്. അപ്പോൾ ഈ കൗണ്ടർ ഡേറ്റ എടുക്കുമ്പോൾ ഇത് ചലഞ്ച് ചെയ്യപ്പെടാം. അത് നിങ്ങൾ ആ പഞ്ചായത്തിൽ ആ കോറി അടയാളപ്പെടുത്തിയത് ശരിയല്ല എന്ന് നേടണമെങ്കിൽ കോറി മുതലാളിയുടെ ഒരു വാദം വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ എനിക്കതറിയില്ല, എങ്ങനെയാണ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് പോലെയുള്ള സാങ്കേതിക സഹായങ്ങളോടെ ഇതിനെ എത്രത്തോളം ആക്യുറേറ്റ് ആക്കാൻ പറ്റും എന്നുള്ള ഒരു സാധ്യത, കൊളാബറേഷൻ്റെ ഒക്കെ ഒരു സാധ്യത കൂടിയാണ് നമ്മളെപ്പോലുള്ള ചെറിയ സംരംഭങ്ങൾ പലപ്പോഴും തിരയുന്നത്. അപ്പം ഈ കൗണ്ടർ ഡേറ്റയുടെ നിർമ്മാണം എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ജേണി ആയിരുന്നു നമ്മളെ സംബന്ധിച്ചെന്നുള്ള ഒരു കാര്യം ഞാൻ ആമുഖമായിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ സംസാരിച്ചത് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിലെ ചലഞ്ചസ് ആണ് തോന്നുന്നു രണ്ടുപേരും കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡാറ്റ ഒരു വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡാറ്റ കളക്ട് ചെയ്യണം, അതിനെ പിന്നീട് പ്രോസസ്സ് ചെയ്യണം, പിന്നെ അതിന് വിഷ്വലൈസ് ചെയ്യണം, ഒരുപാട് ക്ലീൻ ചെയ്യേണ്ടി വരും ഡാറ്റ, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതിനകത്തിൻ്റെ ഈ പ്രോസസ്സ് എങ്ങനെയാണ്, അതിന് ഉപയോഗിക്കുന്ന ടൂൾസ് ഏതെല്ലാമാണ് എന്നൊന്ന് പറഞ്ഞു. ടൂൾസ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ടൂൾസുകളൊക്കെ തന്നെ. നമ്മൾ സാധാരണ ഇങ്ങനെ വലിയ ഡാറ്റ വെച്ച് കളിക്കുമ്പോൾ ഫ്ലറിഷ് അങ്ങനെയൊക്കെയുള്ള ടൂളുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വിദേശ പത്രങ്ങൾ, ഞാനത് ഉദാഹരണം ഇപ്പോൾ കാണിക്കാം, അത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞതിന് അനുബന്ധമായിട്ട്, അതായത് വിദേശ പത്രങ്ങൾ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഡാറ്റ വിഷ്വലൈസേഷനെ കാണുന്നത് എന്നുള്ളതിനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്നുള്ള ഹോങ്കോങ്ങിലെ പത്രം നോക്കിയാൽ മതി. അതിൻ്റെ ഞാൻ സാധാരണ ജേർണലിസം പിള്ളേർക്കെല്ലാം ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ആദ്യം കാണിച്ചു കൊടുക്കുന്ന ക്ലാസ് ഇതാണ്. നിങ്ങൾക്ക് അറിയാവുന്നവർ ഒത്തിരി പേരുണ്ടാവും, എങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടി SCMP പ്രിൻ്റ് ആർക്കേഡ് എന്ന് സെർച്ച് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൻ്റെ അവരുടെ ഡാറ്റ ജേർണലിസത്തിൻ്റെ ഇൻഫോഗ്രാഫിക്സിൻ്റെ ഒരു ആർക്കൈവിലേക്ക് പോകാൻ പറ്റും. അതിനകത്ത് ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ജേർണലിസ്റ്റുകൾ, അതായത് ഗ്രാഫിക് എഡിറ്റേഴ്സ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്കുകളുടെ കളക്ഷനാണ് ഇതിനകത്തുള്ളത്. ഓരോ വർഷത്തെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അഡോൾഫ് ഫറാൻസ് എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകാരനാണ്, വളരെ വലിയൊരു ആർട്ടിസ്റ്റാണ് പുള്ളിയും മറ്റ് അവരുടെ ആ പത്രത്തിലെ ഡാറ്റാ ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട കൂടി ചേർന്നിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഓരോ വർക്കും ഏതെങ്കിലും ഒരു വർക്ക് എടുത്താൽ അത് മനസ്സിലാവും, ഏതെങ്കിലും ചുമ്മാ ഒരു വർക്കൊന്ന് എടുത്താൽ മനസ്സിലാവും എന്തുമാത്രം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലോസപ്പിൽ സൂം ചെയ്ത് ആ ഡാറ്റയിലേക്ക് കയറി നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സാധാരണ ജേർണലിസം പിള്ളേർക്കോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന വേറെ ഒന്നും നമ്മൾ പഠിക്കുകയോ ഒന്നും വേണ്ട, ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് അവർ ഡാറ്റയെ വിഷ്വലൈസ് ചെയ്തതെന്ന് നോക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഈ ടൂളുകൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് ഇത്. എന്താ വെച്ചാൽ ടൂളെന്നല്ല, നമ്മൾ എങ്ങനെയാണ് ആ ഡാറ്റയെ
നമ്മുടെ വായനക്കാരന് വളരെ സിമ്പിളായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് പത്രത്തെ സംബന്ധിച്ച് ഡേറ്റാ ജേർണലിസം അല്ലെങ്കിൽ ഇൻഫോഗ്രാഫിക്സ് എന്നാണ് ഞങ്ങളതിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു വളരെ വിശാലമായൊരു ഡേറ്റ, ഇപ്പം നമ്മൾക്ക് വലിയ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റേ ഡേറ്റ ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഡേറ്റ, അങ്ങനത്തെ ഡേറ്റ മൊത്തത്തിൽ കൊടുക്കാൻ പറ്റിയ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം പത്രത്തിലില്ല. അത് വേണ്ട. സത്യത്തിൽ ആ വാർത്ത എന്താണോ ആ വാർത്തയെ സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ മാത്രം മതി. അപ്പോൾ ഈ വലിയ ഒരു ഡേറ്റയുടെ ശേഖരത്തിൽ നിന്ന് നമുക്ക് വാർത്തയായിട്ടുള്ള ആ ഭാഗം മാത്രം എടുത്ത് അതിനെ നമ്മൾ സാധാരണ പറയുന്നത് ഏറ്റവും പത്രമെന്ന് പറഞ്ഞാൽ എക്സ്പേർട്സ് അല്ല വായിക്കുന്നത്, എല്ലാത്തരം ആളുകളും വായിക്കും. അപ്പം സാധാരണക്കാർക്ക് വരെ മനസ്സിലാകുന്ന മട്ടിൽ അതിനെ വിഷ്വലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിന് സാധാരണ ഞങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്രിയേറ്റീവ് തോട്ട്, അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റുകളുടെ സഹായത്താൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ടൂളുകളിലും ഇല്ലസ്ട്രേറ്ററിലും ഒക്കെ ആയിട്ട് ചെയ്യും. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള സംഭവം. തീർച്ചയായിട്ടും ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു ഇതിലൂടെ തന്നെയാണ് നമ്മളും അത്തരം ചില വിഷ്വലൈസേഷൻസ് ചെറിയ രൂപത്തിലാണെങ്കിലും നമ്മളുടെ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഡേറ്റ റാപ്പർ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് താഴെ ഇൻഫോഗ്രാഫിക്സ് എന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്, താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ മതി. താഴെ ആ ഇൻഫോഗ്രാഫിക്സ് അതിൽ ഈ ഇപ്പോൾ ഗാസയുടെ ഒക്കെ ഇതെല്ലാം ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ, ഇപ്പം ഞങ്ങളുടെ ഡെസ്കിലുള്ള ആർട്ടിസ്റ്റുകളുടെ സഹായത്തോടെ തന്നെ നമ്മൾ താഴേക്ക് വരും, സഹായത്തോടെ ചെയ്ത ഗ്രാഫുകൾ മാത്രമാണ്. അത് ഇപ്പോൾ പ്രത്യേകിച്ച് അൽ ജസീറയുടെ സോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തൊരു സംഗതിയാണ്. അപ്പോൾ എനിക്കത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് തോന്നിയത് പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ കേരളീയത്തെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ എക്കോളജിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ്, ഇപ്പം ഗാസയുടെ കാര്യത്തിലും അതുണ്ട്. ഈ പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുമ്പം ഈ ഡേറ്റ വിഷ്വലൈസേഷനെ പോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ഈ മാപ്പുകൾ വളരെ പ്രധാനമായിട്ട് നമുക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഇതിലല്ല, ഇപ്പം കേരളത്തിൻ്റെ എക്കോളജിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ വീഡിയോസിൽ പോയാൽ ചെല്ലാനത്തിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്, അത് കുറച്ചധികം താഴെയാണ്. ഈ ചെല്ലാനത്തിൻ്റെ ഇപ്പം നമുക്കറിയാം ചെല്ലാനത്ത് ടെട്രാപോഡ് എന്നുള്ള രീതിയിലുള്ള ഒരു കല്ലിട്ടിട്ട് ചെല്ലാനത്തെ പ്രശ്നം പരിഹരിച്ചതായിട്ടാണ് പൊതുവെ നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടെട്രാപോഡ് ഇട്ടത് ചെല്ലാനം മുതൽ കണ്ണമാലി വരെ വരുന്നൊരു സ്ട്രെച്ചിൽ മാത്രമാണ്. അത് കഴിഞ്ഞ് സൗദി ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഫോർട്ട് കൊച്ചി വരെ വരുന്നൊരു സ്ട്രെച്ചിൽ ഒരു തരത്തിലുള്ള ടെട്രാപോഡ് ഇടുകയോ ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള ഈ കടലാക്രമണത്തെ തടയുന്നതിനുള്ളൊരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല അതിൽ തന്നെ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പലപ്പോഴും ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഇതിൻ്റെ ഈ ചെല്ലാനം മുതൽ കണ്ണമാലി വരെ വരുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ സൗദി മുതൽ ഫോർട്ട് കൊച്ചി വരെ വരുന്ന സ്ട്രെച്ച് എവിടെയാണ് എന്ന് പറയുന്ന വിഷ്വലൈസേഷൻ വളരെ പ്രധാനമായിട്ട് വരും. അപ്പോൾ നമ്മളെപ്പോലെ വലിയ ആർട്ടിസ്റ്റുകളുടെ സഹായങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ വിഷ്വലൈസ് ചെയ്യുന്നപ്പോൾ ഒരു 8ാമത്തെ മിനിറ്റ് എടുക്കൂ. 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെയൊക്കെ സഹായത്തോടെ തന്നെ ഇതിനെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ ഈ മാപ്പിനെ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ ഈ ഫോർട്ട് കൊച്ചി വരെ പുലിമുട്ട് വേണം ഈ ആളുകൾ പറയുന്ന ആവശ്യത്തെ നമുക്ക് അത്ര ഒരു വിഷ്വലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് അവിടെ എവിടെ ഉണ്ട്. ഈ സൗദി ബീച്ചിലുള്ള ആളുകൾ ഇപ്പോഴും ഈ ആവശ്യം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പുത്തൻതോട് ഇതൊക്കെ ഇപ്പം നിലവിൽ ടെട്രാപോഡ് ഇട്ടതിന് മറുവശത്ത് വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി മുതൽ, കാരണം ഈ ചെല്ലാനത്തെ പ്രശ്നം ശരിക്കും വരുന്നത് ഈ പറയുന്ന കൊച്ചി പോർട്ടിൻ്റെ അവിടെ നടക്കുന്ന ഡ്രഞ്ചിങ് കാരണം അതിൻ്റെ തെക്ക് വശത്തേക്കുള്ള സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഇറോഷൻ വരുന്നു എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ആ ഇറോഷനെ നമ്മൾ കാണിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു മാപ്പിൻ്റെ സഹായം വളരെ ആവശ്യമായിട്ട് വരും. കാരണം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു തെക്ക് വടക്ക് കിടക്കുന്ന ജോഗ്രഫിക്കകത്ത് നമ്മൾ പല വിഷയങ്ങളും പറയുമ്പോൾ ഇപ്പം വിഴിഞ്ഞം റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ കേരളത്തിൻ്റെ ഈ തീരദേശത്ത് നമ്മൾ വടക്ക് ഭാഗത്ത് നടത്തുന്ന പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ തെക്ക് ഭാഗത്ത് വേറൊരു തരത്തിൽ കര വയ്ക്കുന്നതിനും അക്രീഷൻ ഉണ്ടാകുന്നതിനും അതിൻ്റെ മുകൾ ഭാഗത്ത് ഇറോഷൻ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു എന്നുള്ളൊരു പ്രശ്നം ഈ തെക്കൻ തീരങ്ങളിലൊക്കെ വളരെ വ്യാപകമായിട്ട് കാണാം. അപ്പോൾ വിഴിഞ്ഞമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ വിഴിഞ്ഞത്ത് ഈ പുലിമുട്ടലിൻ്റെ നിർമ്മാണത്തിന് ശേഷം വിഴിഞ്ഞത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഈ പറഞ്ഞ രീതിയിൽ അക്രീഷൻ ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള മണൽ നിക്ഷേപം ഉണ്ടാകുന്നു. വടക്ക് ഭാഗത്ത് നമ്മളുടെ എയർപോർട്ടിൻ്റെയൊക്കെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന വള്ളക്കടവ് പ്രദേശങ്ങൾ അല്ലെങ്കിൽ ശംഖുമുഖം ബീച്ച് നമ്മൾ പലപ്പോഴും അതിൻ്റെ ചിത്രങ്ങൾ കാണുന്നതാണ്. അവിടം തൊട്ട് പൂന്തറ മുതൽ ഏതാണ്ട് മുതലപ്പുഴി ഈ പറയുന്ന അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് വരെയുള്ള പ്രദേശത്ത് വലിയ രീതിയിലുള്ള കോസ്റ്റൽ ഇറോഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ എത്ര നറേറ്റ് ചെയ്താലും
അവിടെ ഒരു വിഷ്വലൈസേഷൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു മാപ്പിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഈ പ്രത്യേകിച്ച് എക്കോളജിക്കൽ റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പലപ്പോഴും ആ പ്രതിസന്ധി അഭിമുഖീകരിക്കാറുണ്ട്. അപ്പം കേരളത്തേക്ക് പോലുള്ള ചെറിയ പ്രസിദ്ധീകരണങ്ങൾ പലപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മാപ്പുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ആർട്ടിസ്റ്റുകളൊക്കെ വരയ്ക്കുന്ന ചെറിയ രേഖാചിത്രങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ മറികടക്കാറുള്ളത്. ഡാറ്റ കളക്ഷനെ കുറിച്ചാണ് ഒരു ചോദ്യം ചോദിക്കാം. ഈ ഡാറ്റ പലതരത്തിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുക. ഉദാഹരണത്തിന് വെബ്സൈറ്റിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് ഡാറ്റ കിട്ടും. പക്ഷേ പലപ്പോഴും സർക്കാർ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരികയാണെങ്കിൽ പലതും PDF ആയിരിക്കും. PDF നിന്ന് ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? അതിനിപ്പോൾ ഒത്തിരി ടൂളുകളുണ്ടല്ലോ. PDF നമുക്ക് പറ്റുന്ന എല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കും. അതിനിപ്പം മറ്റേ ഓൺലൈൻ ടൂളുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണല്ലോ. മറ്റേ PDF to CSV ഫയലായിട്ട് മാറ്റുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും ഇപ്പോൾ അവൈലബിൾ ആണ്. മലയാളം അങ്ങനെ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല, ഇമ്പോസിബിളാണ്. അങ്ങനെ എടുത്ത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കാര്യം നമ്മളത് നമ്മളുടെ റിപ്പോർട്ടർമാർ തരുന്ന ഇൻപുട്ട് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പ്രാക്ടിക്കൽ പ്രശ്നം നമ്മൾ പത്രത്തിൽ നേരിടുന്നത്, ശരിക്കും ഒരു റിപ്പോർട്ടർ ഒരു സ്റ്റോറി എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഡാറ്റ ആയിരിക്കും എഴുതുന്നത്. അപ്പം നമ്മൾ ഡെസ്കിൽ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു ഗ്രാഫിക്സ് ആക്കി അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നം ആ ഒരു ഡേറ്റ വെച്ച് മാത്രം നമുക്കൊരു കമ്പാരിസണോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2023 ഒക്ടോബറിൽ ഇത്രയാണ് അപകടം, റോഡ് അപകടം എന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്ക് കാര്യമില്ല. അതിന് മുൻ മാസത്തെ, അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ, അതിന് മുമ്പിലത്തെ എല്ലാം ഡേറ്റ കിട്ടിയെങ്കിലേ നമുക്കതൊരു ഡേറ്റ വിഷ്വലൈസേഷനാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ റിപ്പോർട്ടർമാർ എഴുതുമ്പോൾ എപ്പോഴും അവരുടെ സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റ് മാത്രം അടർത്തിയെടുത്താണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് സംഭവമായാലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വിമാന അപകടം ഡൽഹിയിലുണ്ടായെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തുണ്ടായി, നമ്മുടെ റിപ്പോർട്ടർ തന്നെ അത് സ്റ്റോറി എഴുതുകയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്, രക്ഷാപ്രവർത്തനം നടന്നു, അതിനകത്ത് പോലീസും മറ്റേ സൈനികരും പങ്കെടുത്തു എന്നൊക്കെ മാത്രമേ അതിനകത്ത് എഴുതത്തുള്ളൂ. നമ്മൾ ഒരു യഥാർത്ഥ ഇൻഫോഗ്രാഫിക്സിലേക്ക് പോകുമ്പോൾ ആ രക്ഷാപ്രവർത്തനം നടത്തിയ സൈനിക വിഭാഗം ഏതാണ്, അവരുടെ വേഷം എന്താണ്, ഇതൊക്കെ അറിഞ്ഞാലേ നമുക്കത് സ്കെച്ച് ചെയ്യാനും അതിനനുസരിച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചസ് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൻ്റെ കൂട്ടായ്മയാണല്ലോ ഇത്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ സാധാരണ മാപ്പുകൾ ചെയ്യുന്നത്, ഞാൻ ഒരുപാട് മാപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ട്രോള് വന്ന നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ മാപ്പടക്കം ഒരു ആർട്ടിസ്റ്റിൻ്റെ സഹായമില്ല, ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രതി. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് പറയാവുന്നത് എന്നാ വെച്ചാൽ, നമ്മൾ ഈ മാപ്പുകൾ പണ്ട് തൊട്ടേ നമ്മൾ ഏജൻസികൾ തരുന്ന മാപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ മാപ്പുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഇല്ലസ്ട്രേറ്ററിൽ കൊണ്ടുവച്ച് വരച്ച് പുതിയ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെടുത്ത് അതേപടി ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാര്യം അത് പ്രൊഫഷണലി നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിപ്പോൾ ഈ പറഞ്ഞ മാപ്പടക്കം എല്ലാം ചെയ്തത് നമ്മൾ ഇല്ലസ്ട്രേറ്ററിലോ ഇൻഡിസൈനിലേക്കോ കൊണ്ട് ഇത് പ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊണ്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ കൂടി വരയ്ക്കുകയാണ്. ചിലപ്പോൾ ആർട്ടിസ്റ്റുകളെ കൊണ്ട് വരപ്പിക്കും. എപ്പോഴും പ്രാക്ടിക്കലെല്ലാം വരുമ്പോൾ നമ്മൾ സ്വയം വരച്ച് പഠിക്കും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ അതാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്നൊരു സാധനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഈ ഫ്രീ മാപ്പുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയ സംവിധാനം ഇവിടെ ഉണ്ടെന്ന് ഏതോ കാലത്ത്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങളിലായിരിക്കണം, എന്നാൽ ഇത് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാലത്ത് ഞാൻ ഒരുപാട് തവണ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇല്ലസ്ട്രേറ്റർ ഫയലായിട്ട് വരും, PDF ആയിട്ട് വരും. ചിലപ്പോൾ ഒരു ചെറിയ പ്രദേശം നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഒരു വലിയ പ്രദേശം, ഇപ്പോൾ ആ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടെന്ന് തോന്നുന്നു. ആദ്യ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഭാഗം ഡൗൺലോഡ് ചെയ്താൽ ആ പ്രദേശം മുഴുവൻ വരും, പിന്നെ അതിനകത്തു നിന്ന് അത് മാത്രം എടുക്കുന്ന പാടാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എളുപ്പം ഗൂഗിൾ മാപ്പിൽ കയറി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരച്ചുണ്ടാക്കുകയാണ്. ഇപ്പോൾ പക്ഷേ മാപ്പ് ബോക്സ് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി മാപ്പ് എടുക്കാനൊക്കെ എളുപ്പം മാപ്പ് ബോക്സിൽ കയറി ആ കൃത്യ സ്ഥലം എടുത്താൽ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ AI കാലമാണല്ലോ, അപ്പോൾ ഈ ഡാറ്റ പ്രോസസ്സിന് വേണ്ടി AI മറ്റോ വല്ലതും യൂസ് ചെയ്യാറുണ്ടോ? AI ടൂൾ ഇഷ്ടം പോലെ മാപ്പിന് വേണ്ടിയാണോ? മാപ്പിന് വേണ്ടി മാത്രമല്ല, ഡാറ്റയ്ക്ക് വേണ്ടി. ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയ സാധനം കണ്ടാൽ പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു താല്പര്യമാണ്. ഇന്നത്തെ ഞാനിവിടെ വിക്കി ഡാറ്റയെ പറ്റിയുള്ള ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തുന്നു, രാവിലെ തൊട്ട് വന്നിരുന്നിരുന്നെങ്കിൽ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാമായിരുന്നു. ഞാൻ നവീൻ്റെ അടുത്തുനിന്ന് കുറേ സാധനങ്ങൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. വിക്കി ഡാറ്റയിൽ ഇപ്പോൾ ഞാനിത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ രാഷ്ട്രീയക്കാരായിട്ടുള്ള
രാഷ്ട്രീയക്കാരുടെ എണ്ണം എത്രയാണ് എന്നൊക്കെ നമുക്കത് കണക്കെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ആ കണക്കൊക്കെ അതിലുണ്ടോ? അല്ല, അത് നമുക്കൊരു കുറി എഴുതിയാൽ നമുക്ക് അങ്ങനെ അത്ര ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് മക്കളുടെ മക്കളൊക്കെ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ്, ഇതൊക്കെ നമുക്കൊരു കുറി എഴുതിയെടുക്കാൻ പറ്റും. അല്ല, കുറി എഴുതി നമുക്ക് അതിലിടാം. നമ്മളൊരു കുറി കൊടുത്താൽ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നതാണ്. ഇതേ സാധനം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കൊരു റിസർച്ച് സെക്ഷനുണ്ട്. ആ ലൈബ്രറി ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞ് നമുക്ക് 10-20 പേരുണ്ട്. അവരെല്ലാം ജേർണലിസ്റ്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോറി ചെയ്യാൻ റിപ്പോർട്ടറായാലും അല്ലെങ്കിൽ ഡെസ്ക് ഇരിക്കുന്നവരായാലും ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ മക്കൾ രാഷ്ട്രീയത്തിലൂടെ മറ്റേ അധികാരത്തിലെത്തിയ എത്ര പേരുണ്ട്, ഒരു കണക്ക് തരുമല്ലോ എന്ന് ചോദിച്ച് അങ്ങോട്ട് വിടും. അപ്പോൾ അവർ ഇത് നമ്മുടെ പഴയ ഫയലുകളും പഴയ സ്റ്റോറികളും ഒക്കെ തപ്പി എടുത്ത് അവരൊരു റിസൾട്ട് ഇങ്ങോട്ട് തരും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കുറച്ചുകൂടി വലിയ സോഴ്സ്. ഒരു ചോദ്യം ചെയ്താൽ നമ്മൾ SQL ഒക്കെ അല്ലേ, SQL പോലെ ഒരു കുറയാണ് ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ നമുക്ക് ഒരുപാട് ഡാറ്റകളുണ്ട്. ഈ ഡാറ്റകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിച്ച ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് പഠിക്കേണ്ട ഒരു ഇതാണ്, ഞാൻ പഠിച്ചെടുത്തോളാം. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഇതിൽ ഭാവിയിൽ എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡാറ്റാ ജേർണലിസത്തിൻ്റെ ഒരു പോക്ക്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സാധ്യത പത്രങ്ങളിൽ ഇപ്പോഴും, പത്രങ്ങളെന്നല്ല, കേരളത്തിലെ മീഡിയയിൽ ഫുൾ ബ്ലാങ്കായിട്ട് കിടക്കുകയാണ്. ഒരു മീഡിയയും, കേരളത്തിലെ മീഡിയയും ഇതുവരെ ഒരു നല്ല ഡാറ്റാ സയൻറ്റിസ്റ്റിനോ അല്ലെങ്കിൽ ഡാറ്റ സ്ക്രാപ്പിംഗ് നടത്തുന്ന ആളുകളെയോ ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല. മലയാളത്തിൽ ഒരു പത്രം എടുക്കാനൊന്നുമില്ല. ഞങ്ങൾ പലതവണ മനോരമയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെയുള്ള ആളുകളെ എടുക്കണമെന്ന് പറഞ്ഞിട്ട്, അതൊക്കെ എല്ലാം ഒരു ഡിസ്കഷൻ ലെവലിലാണ്. പക്ഷേ നമുക്കപ്പോൾ റിസർച്ചിൽ നല്ലപോലെ ആളുകളുണ്ട്, അവരെല്ലാം എടുത്ത് തരുന്നുണ്ട്, വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോവുകയാണല്ലോ എന്ന് വിചാരിച്ചാണ് നിൽക്കാത്തത്. പക്ഷേ ഇനിയുള്ള കാലത്ത് അതില്ലാതെ പറ്റത്തില്ല. കാര്യം നമ്മളൊരു സ്റ്റോറി എഴുതാൻ പോകുമ്പോൾ നമ്മൾ തന്നെ പോയി തപ്പിയെടുക്കുന്ന ആവേശമൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുതിയ തലമുറയിലെ ആളുകൾക്കില്ല. നമ്മളിപ്പോൾ ഒരു സ്റ്റോറി കിട്ടി, നമുക്കത് ഗ്രാഫിക്സ് ചെയ്യണമെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ച് അതിൻ്റെ ഡാറ്റ തപ്പി നമ്മൾ പുറകെ പോയി നമ്മളത് കണ്ടെത്തി നമ്മൾ തന്നെ അത് വിഷ്വലൈസ് ചെയ്ത്, ഇങ്ങനെയൊക്കെയാണ് ഇത്രയും കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ ആവേശം കുറയും. പുതിയ ആവേശക്കാർ വന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മളെപ്പോലുള്ള പ്രസിദ്ധീകരണങ്ങളെയൊക്കെ സംബന്ധിച്ച് ഈ വിജ്ഞാനശേഖരം എവിടെയാണ് എന്നൊരു ചോദ്യം നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കും. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ പല സ്ഥലത്തുനിന്നും ഇപ്പം വിക്കിപീഡിയ ആശ്രയിക്കുന്നു, പല സ്ഥലത്തുനിന്നും ഈ വിജ്ഞാനം അല്ലെങ്കിൽ ഈ വിവരം നമ്മൾ തിരയുന്നു. പക്ഷേ ഇപ്പോൾ കേരളീയൊക്കെ പലപ്പോഴും 1998 മുതൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ആ ഒരു തോന്നലിൽ നിന്നാണ് ഞങ്ങൾ 2013 നമ്മൾ വെബ് എന്നെടുക്കും, ഒരു കേരളീയത്തിൻ്റെ 1998 മുതൽ കേരളീയം പ്രസിദ്ധീകരിച്ച എല്ലാ ലക്കങ്ങളും കോപ്പി ലെഫ്റ്റായിട്ട് അവൈലബിൾ ആവുന്ന ഒരു ആർക്കൈവ്സ്, അവിടെ ആ ആർക്കൈവ്സ് എന്നുള്ള റൈറ്റ് സൈഡിൽ അത് ക്ലിക്ക് ചെയ്താലും അതിൽ ആർക്കൈവ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യും. മുകളിൽ ആർക്കൈവ് എന്നുള്ളത്, ഇത് 98 മുതൽ കേരളീയം പ്രസിദ്ധീകരിച്ച എല്ലാ ലക്കങ്ങളും അത് ആർട്ടിക്കിൾ ബൈ ആർട്ടിക്കിളായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് പഴയ വിഷയാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങൾ, ഇപ്പം ജലം, ഊർജ്ജം, അതിന് തന്നെ സബ് കാറ്റഗറീസ് ഉണ്ട്. മനുഷ്യാവകാശം, ഗതാഗതം, അല്ലെങ്കിൽ ആദിവാസി ദളിത് വിഷയങ്ങൾ, സാമൂഹ്യനീതി, ഇതെല്ലാം ഒരു കോപ്പി ലെഫ്റ്റ് ആർക്കൈവ്സ് ആണ്. ഇപ്പം നമ്മൾ പഴയ പത്രരൂപത്തിലുണ്ടായിരുന്ന അതൊക്കെ പത്ര കട്ടിങ്ങുകളൊക്കെ PDF-കളായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ആർക്കൈവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള, അതുപോലെ തന്നെ അതിൽ റിസോഴ്സസ് എന്നുള്ള ആ സബ്ജക്റ്റിനകത്ത് തന്നെ റിസോഴ്സസ് എന്നുള്ള സെഗ്മെൻറ്റിൽ ഇതുപോലെ പല സമരങ്ങൾ, കേരളത്തിൽ നടന്ന പല പരിസ്ഥിതി സംരക്ഷണ സമരങ്ങൾ, ജനകീയ സമരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ള പല ലഘുലേഖകൾ, അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ പലപ്പോഴും നമ്മളൊരു നോട്ടീസ് വാല്യൂ മാത്രം കൽപ്പിച്ചിട്ട് നമ്മൾ കളഞ്ഞു കളയുന്ന പല മെറ്റീരിയലുകളും PDF ആക്കിയിട്ട് ആ റിസോഴ്സിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പ്ലാച്ചിമട സമരത്തെക്കുറിച്ച് അവർ പല സമയത്ത് കൊണ്ടുവന്ന നോട്ടീസുകൾ, ഇതൊക്കെ അത് ആ PDF ഒന്ന് ഓപ്പൺ ചെയ്യൂ. ഈ PDF-ൻ്റെ ഉള്ളിൽ നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ, ഒരു കളർ ചേഞ്ച് അവിടെ കാണാം. താഴേക്ക് വരും. ആ കളർ ചേഞ്ചിൽ ഇപ്പോൾ 2000 ജനുവരി 25 ആ ഡേറ്റ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അവിടെ. ആ ഡേറ്റ നമ്മൾ പ്ലാച്ചിമട സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഡേറ്റകളും ഈ രീതിയിൽ ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരിക ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2000 കൊക്കക്കോള കമ്പനിക്ക് EK നയനാർ സർക്കാർ അനുമതി കൊടുത്തു. അപ്പോൾ അനുമതി കൊടുത്തതിൻ്റെ രേഖ അവിടെ അവൈലബിൾ ആണ്.
ഈ രീതിയിൽ പ്ലാച്ചിമട സമരമായിട്ട് ബന്ധപ്പെട്ട് 2000 മുതൽ സമരം തുടങ്ങിയ കാലം തൊട്ട് ഉണ്ടായിട്ടുള്ള മുഴുവൻ രേഖകളും ഈ രീതിയിൽ കേരളീയത്തിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഒരു പൊതു സ്ഥലത്ത് അത് ഒരു കോപ്പി ലെഫ്റ്റ് ആർക്കൈവ്സിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കളർ ചേഞ്ചിൽ കാണുന്ന മുഴുവൻ രേഖകളും ഇതുപോലെ PDF മെറ്റീരിയലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ രൂപത്തിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് കോമൺ ഇതിലേക്ക് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളോട് പറയുന്നത്, ഇപ്പോൾ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അന്ന് കൊടുത്ത കൺസെൻറ്റ് ലെറ്റർ, 2000 കൊക്കക്കോളയ്ക്ക് കൊടുത്ത കൺസെൻറ്റ് ലെറ്റർ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ ഇല്ലാതെ, ഇപ്പം RTI പോലും ഇല്ലാത്ത കാലത്ത് നമ്മൾ വളരെ പ്രയാസപ്പെട്ട് ശേഖരിച്ച രേഖകളാണിത്. അന്ന് വിവരാവകാശ നിയമം ഇല്ല. അപ്പോൾ അന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിൽ പോയാൽ ഇരിക്കാൻ ഒരു കസേര പോലും തരില്ല ഒരു രേഖ ശേഖരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പല സമരപ്രവർത്തകരും, ഇപ്പോൾ ഞാനല്ല, പ്ലാച്ചിമടയിലുള്ള പല സമരപ്രവർത്തകരും വളരെ പ്രയാസപ്പെട്ട് ശേഖരിച്ച ഇത്തരം രേഖകൾ. അപ്പോൾ ഇത് പ്ലാച്ചിമട നമ്മളൊരു മോഡലായിട്ട് ചെയ്തതാണ്. ഇതുപോലെ കേരളത്തിൻ്റെ കൗണ്ടർ ഡേറ്റ എന്നുള്ളൊരു സംഗതി, കേരളത്തിൻ്റെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഡേറ്റയ്ക്ക് അപ്പുറം കേരളത്തിലെ സമരങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ ജനകീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ വിദ്യാഭ്യാസ പ്രവർത്തകർ, ഇവരൊക്കെ സമാഹരിച്ചിട്ടുള്ള വിവരങ്ങളെ ഈ രീതിയിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരികയും കാറ്റഗറൈസ് ചെയ്യുകയും അവൈലബിൾ ആക്കുകയും ചെയ്താൽ നമുക്കൊരു കൗണ്ടർ ഡേറ്റ പലപ്പോഴും, ഈവൻ എനിക്കൊന്ന് പത്രങ്ങൾക്ക് പോലും അത് പിന്നീട് സഹായകമാകുന്ന രീതിയിൽ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പാത്രക്കടവ് സമരത്തെക്കുറിച്ച് ഒരു ഡേറ്റ അറിയണമെങ്കിൽ, ഇപ്പം നമുക്ക് സൈലന്റ് വാലി സമരത്തെക്കുറിച്ച് നമ്മുടെ കയ്യിൽ പല ഡേറ്റ അവൈലബിൾ ആണ്. പക്ഷേ പാത്രക്കടവ് കുറച്ച് കാലം മാത്രം വന്നുപോയൊരു പദ്ധതി ആയതുകൊണ്ട് പെട്ടെന്ന് പാത്രക്കടവിനെ കുറിച്ചുള്ള ഡേറ്റകളൊക്കെ അങ്ങ് അപ്രത്യക്ഷമായി. പക്ഷേ എന്താണ് പാത്രക്കടവ് പദ്ധതി, എത്ര അളവ് വൈദ്യുതിയാണ് പ്രപ്പോസ് ചെയ്യപ്പെട്ടത്, ഈ മെറ്റീരിയൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിൻ്റെ മറ്റൊരു കേരളത്തിൻ്റെ ഹിസ്റ്ററിയെ നമ്മൾ ഈ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് വലിയ രീതിയിലൊരു ഡേറ്റയായിട്ട് ആർക്കും ഉപയോഗപ്പെടുത്താവുന്നൊരു ഡേറ്റയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കൗണ്ടർ വിജ്ഞാന ശേഖരം എങ്ങനെ നിർമ്മിക്കാമെന്നുള്ള ഒരു ചോദ്യം കൂടി ഇപ്പം നമ്മളെപ്പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം നമ്മൾ തന്നെ നമ്മളുടെ ഡേറ്റ ഇപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പല വിവരങ്ങളും ചെയ്യേണ്ടി വരുമ്പോൾ, ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായപ്പോൾ 2016 നമ്മളിതിൻ്റെ ഡേറ്റ ഇതിനകത്തുണ്ട്. 2016 നമ്മൾ ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ ആ ഡേറ്റ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡേറ്റ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ, പക്ഷേ ഇത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. മാത്രമല്ല കോപ്പി ലെഫ്റ്റായിട്ട് അവൈലബിൾ ആവുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം കൂടി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു ആർക്കൈവ്സ് ആരംഭിച്ചത്. അപ്പോൾ ഇതിനകത്തേക്ക് പരമാവധി ഇപ്പോൾ ഇതിൻ്റെ റിസോഴ്സസ് എന്നുള്ള ഈ സെഗ്മെൻറ്റിലേക്ക് ഇതുപോലെ കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു ക്രഷർ ക്വാറി വിരുദ്ധ സമിതി അവിടെ ഉന്നയിച്ച ജനകീയ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒരു കുടിവെള്ള ചൂഷണത്തിനെതിരെ ഒരു കമ്പനിക്കെതിരെ നടന്നാൽ അവിടെ ഉന്നയിച്ച ജനകീയ വിഷയങ്ങളെ ഈ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോഴ്സ് സ്പേസ് ആയിട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡേറ്റ ജേർണലിസത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വിജ്ഞാന ശേഖരം എന്നുള്ള രീതിയിൽ, ഒരു കൗണ്ടർ വിജ്ഞാനമുള്ള ശേഖരം എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചോദ്യം കൂടി എല്ലാവരും അങ്ങനെ ഒരു കൺസേൺ കൂടി എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകൾ നമുക്ക് ഡെയിലി വരാറുണ്ട്. അപ്പോൾ ഇത് വാർത്ത കിട്ടുമ്പോൾ ഇത് ഒരു ഡാറ്റ വിഷ്വലൈസ് നന്നായിരിക്കും. ഏത് തരത്തിലുള്ള വാർത്തകളാണ് അങ്ങനെ ചെയ്താൽ നന്നാവുക എന്നാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? ഡാറ്റ ഉള്ള വാർത്തകൾ എന്ന് വെച്ചാൽ ഏത് വാർത്തയ്ക്കകത്തുനിന്നും വേണമെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യാം. ഏത് വാർത്തയ്ക്കകത്തുനിന്നും സാധാരണ നമ്മൾ വളരെ ഗ്രേ ആയിട്ടുള്ള വാർത്ത മാത്രം വരുമ്പോൾ നമ്മൾ വിഷ്വൽ ജേർണലിസ്റ്റുകൾ പറയുന്നത് അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു വിഷ്വൽ എലമെൻറ്റ് കൊണ്ടുവരാനാണ്. പക്ഷേ അത് വാർത്തയുടെ കാര്യത്തിൽ, ഡേറ്റയുടെ കാര്യത്തിൽ ഇതുപോലാണ്. വിഷ്വൽ കൊണ്ടുവരാൻ പറ്റുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ, എനിക്ക് അങ്ങനല്ലേ അത് രണ്ടുമാണ് നമ്മൾ പെട്ടെന്ന് ഒരു ഡേറ്റ ആക്കിയാലോ അല്ലെങ്കിൽ ഒരു ഇൻഫോഗ്രാഫിക്സ് ആക്കിയാലോ എന്ന് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ട്രോളിൻ്റെ ഉദാഹരണം കൂടി പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും ഈ രണ്ട് തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒന്ന്, നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഡാറ്റ വിഷ്വലൈസേഷനുകൾ ചെയ്യാം, ഗ്രാഫിക്സുകൾ ചെയ്യാം. അങ്ങനെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, പത്രത്തിൽ ഫുൾ പേജിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് അത് വളരെ താല്പര്യമുള്ളതാണ്. ഡാറ്റയോട് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് വളരെ സീരിയസ് ആയി നോക്കും, ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ നല്ലൊരു ശതമാനം വായനക്കാർ, ഇപ്പം മനോരമയെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും വായനക്കാരുള്ളത് കൊണ്ട്, മനോരമ എന്നല്ല എല്ലാ പത്രങ്ങളും നേരിടുന്ന പ്രതിസന്ധിയാണ്. ഒരു വിഭാഗം ആളുകൾ അതിനോട് മുഖം തിരിച്ചിരിക്കും. ചിലർ നമ്പർ കാണുന്നത് പ്രശ്നമാണ്, ചിലർക്ക് ഇങ്ങനത്തെ വിഷ്വലുകൾ കാണുന്ന പ്രശ്നമാണ്. അപ്പോഴാണ് നമ്മളതിനെ സിമ്പിളാക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും സിമ്പിളാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഡാറ്റ കൂടി ഉൾപ്പെടുത്തി എല്ലാത്തരം ആളുകൾക്കും ഇഷ്ടപ്പെട്ടെ എന്ന് വിചാരിച്ചാണ്. 2018 പ്രളയത്തിൻ്റെ മുമ്പ് മഴ ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു, മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ടി വന്നേക്കാം എന്നൊരു വാർത്തയൊക്കെ ഇങ്ങനെ വരുന്നു. അപ്പോൾ എത്രയോ വർഷമായി മുല്ലപ്പെരിയാർ ഡാം തുറന്നിട്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുന്നു. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന്
വെള്ളം ഒഴുകി ഇടുക്കി ഡാമിലെത്തും എന്ന് നമുക്കറിയാം. ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം പെരിയാർ വഴി ഒഴുകി വരുമെന്ന് നമുക്കറിയാം. പക്ഷേ മുല്ലപ്പെരിയാർ ടു ഇടുക്കി ഡാം ഗൂഗിൾ മാപ്പിൽ അങ്ങനൊരു സാധനം ഇല്ല അന്ന്. ഇന്നുണ്ട്. അന്ന് ഗൂഗിൾ മാപ്പിൽ കുറേ നമ്മൾ സൂം ചെയ്ത് പോയാലും കുറേ മരങ്ങളും വീടുകളും ഒക്കെയാണ്. അവിടെ ഒരു റൂട്ടില്ല. നമുക്ക് ആ പുഴയോ അങ്ങനൊരു ജലപാതയോ ഇല്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ സൂം ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ഊഹം കിട്ടും. ചില സാധനങ്ങൾക്ക് സ്റ്റിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ അവിടുത്തെ പാർട്ട് ടൈം ലേഖകരെ വിളിച്ച് അവിടെ പോയി ആ മാപ്പ് സത്യത്തിൽ ചെയ്ത് അത്രയും ഭാഗം ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടിയ ഒരു സാധനമാണ് ഈ മുല്ലപ്പെരിയാർ ടു ഇടുക്കി വരച്ചെടുക്കാൻ. അപ്പോൾ പല സ്ഥലത്തും വീട് വരെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്കുള്ള വീട് പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് വെള്ളം വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ആ മാപ്പിൽ ചെയ്തത്, ഓർക്കണം. അങ്ങനെ മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ വെള്ളം എവിടെ എത്തും, എങ്ങനെയാണ് ഭീഷണി എന്നുള്ള മാപ്പ് അത് ഗൂഗിൾ മാപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരച്ചുണ്ട്. ആ ഭാഗത്തില്ല. ഇടുക്കിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം വെള്ളം എങ്ങനെയായാലും പെരിയാർ കൂടി ഒഴുകൂ. പെരിയാർ നിറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രദേശത്തേക്ക് വരുമെന്ന് നമുക്ക് അത് ഊഹിച്ച് വരയ്ക്കാം. പക്ഷേ ഈ ഭാഗം അപ്പോൾ അങ്ങനെ വരച്ചാണ് ആ ഗ്രാഫിക്സ് ചെയ്തത്. അപ്പോൾ അത് സാധാരണ നമ്മളിങ്ങനത്തെ ഗ്രാഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് പരമാവധി ചർച്ച ചെയ്യപ്പെടണം, ട്രോളുകളൊക്കെ വരുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈറലായി ട്രോളുകൾ വന്നു. ഇഷ്ടംപോലെ തമാശകൾ വന്നു. അതൊരു കോമഡിയായിട്ട് മാറി. മനോരമയാണ് വെള്ളം ഒഴുകേണ്ട വഴി കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ജഗതിയുടെയും അങ്ങനെയൊക്കെ ഓരോരുത്തരുടെയൊക്കെ വെച്ചിട്ട് ആ തമാശകളെല്ലാം 2-3 ദിവസമേ നീണ്ടു നിന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ആ 3 ദിവസം കഴിഞ്ഞപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തുറക്കുകയും ഇതേ മട്ടിൽ തന്നെ വെള്ളം ഒഴുകുകയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രളയം നമ്മളെ ബാധിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ പല ആളുകൾ അതിനെ നമ്മളെ പരിഹസിക്കാനുള്ള ഒരു മാർഗമായിട്ട് പോലും എടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളത് സിമ്പിളാക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നമാണ്. ചില സീരിയസ് ആയി കൊടുത്താൽ ആരും ഒന്നും ചോദിക്കില്ല, താല്പര്യമുള്ളവർ മാത്രം നോക്കും, ബാക്കിയുള്ളവർ അങ്ങോട്ട് നോക്കുകയില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യാൻ കഴിയാതെ പോവുകയും അങ്ങനെയാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. അങ്ങനെ വന്ന ഒരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു സംഗതി, ഒരു വിഷ്വലൈസേഷൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഇപ്പം കഴിഞ്ഞ 6 മാസം മുമ്പ് കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു ഈ അരിക്കൊമ്പൻ വിഷയം. അരിക്കൊമ്പൻ ചിന്നക്കനാലിൽ വരുന്നു, 301 കോളനിയാണ് പ്രശ്നം, 301 കോളനി അവിടെ നിന്ന് ഒഴിപ്പിക്കണം, അവിടെ അരിക്കൊമ്പൻ്റെ സ്ഥിരമായ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ, ഞാൻ മുമ്പ് ആ പ്രദേശത്ത് പോയിട്ടുണ്ട്, ഈ കുടിൽകെട്ടി സമരം കടഞ്ഞിട്ട് 301 കോളനിയിൽ അവിടെ കൊണ്ടുവന്ന സമയത്തൊട്ട് നമ്മൾ മുമ്പേ ആ പ്രദേശത്ത് പോകുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഈ 301 കോളനി അല്ല പ്രശ്നം നമുക്ക് മുമ്പൊരു അറിവുണ്ട്. കാരണം ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട് ഈ ആന താഴേക്ക് വരുന്നതിനകത്ത്. അപ്പോൾ ഇത് വേറെ തരത്തിൽ വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, ഈ ചിന്നക്കനാൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ലോപ്പാണ്. താഴേക്കുള്ള ആനയിറങ്കൽ ഡാം എന്ന് പറയുന്നത് താഴെയുള്ള ഡാമും അവിടുന്ന് മുകളിലേക്കുള്ള വലിയൊരു സ്ലോപ്പിലാണ് ഈ 301 കോളനി അടക്കമുള്ള ചിന്നക്കനാൽ എന്നുള്ള ഈ ഗ്രാമം മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ ചിന്നക്കനാലിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ ആനയുള്ള പ്രദേശങ്ങൾ വരുന്നത്. ആനയ്ക്ക് അതിൻ്റെ സമൃദ്ധമായ ഭക്ഷണമുള്ള നാച്ചുറൽ വെജിറ്റേഷനുള്ള പ്രദേശങ്ങൾ അതിൻ്റെ ഏറ്റവും മുകൾ വശത്താണ്. ആ മുകൾ വശത്ത് തൊട്ട് താഴെ, ഈ ചരിവിൻ്റെ തൊട്ട് താഴെ, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു വിഷ്വലൈസേഷൻ പറയാണ്, ഈ ചരിവിൻ്റെ തൊട്ട് താഴെ വരുന്നത് ക്ലബ് മഹീന്ദ്ര അടക്കമുള്ള വൻകിട റിസോർട്ടുകളാണ്. ഈ ചരിവിൻ്റെ തൊട്ടടുത്ത് ഈ നാച്ചുറൽ വെജിറ്റേഷൻ കഴിഞ്ഞാൽ വലിയ റിസോർട്ടുകൾ വരുന്നു. അതിൻ്റെ തൊട്ട് താഴെ അടുത്ത നമുക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ലെവലിലുള്ള 2ാം നിര റിസോർട്ടുകൾ അതിൻ്റെ തൊട്ട് താഴെ വരുന്നു. അതിൻ്റെ തൊട്ട് താഴെ ഈ കുറച്ച് ഈ പട്ടയമില്ലാത്ത ഭൂമി, അത് കയ്യേറ്റക്കാരെന്ന് ഞാൻ പറയില്ല, പട്ടയമില്ലാത്ത കൈവശരേഖയില്ലാത്ത ആളുകളുടെ ചെറുകിട കർഷകരുടെ ഭൂമി അതിൻ്റെ താഴെ വരുന്നു. അതിൻ്റെ താഴെ റോഡും കഴിഞ്ഞ് അതിൻ്റെ താഴെ ആനയിറങ്കൽ ഡാമിനോട് ചേർന്ന സ്ഥലത്താണ് 301 കോളനി അടക്കമുള്ള ഈ 2001 കുടിൽകെട്ടി സമരം ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശേഷം ആളുകൾക്ക് അലോക്കേറ്റഡ് ഭൂമി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയാണ്. അതിൻ്റെ താഴെ ആനയിറങ്കൽ ഡാം, അതിനോട് ചേർന്ന് ആനയിറങ്കൽ ഡാമിൻ്റെ വെള്ളം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വിഷ്വലൈസേഷൻ്റെ ഒരു പാറ്റേണിൽ ആലോചിക്കുകയാണെങ്കിൽ എവിടെ പ്രശ്നം നമുക്ക് മനസ്സിലാവും. കാരണം ഈ ആനയ്ക്ക് ഈ വെള്ളം കുടിക്കാനായിട്ട് താഴെ ആനയിറങ്കൽ ഡാമിൽ വരണം. കാരണം ആനയുടെ നാച്ചുറൽ എക്കോസിസ്റ്റം, അതിൻ്റെ നാച്ചുറൽ വെജിറ്റേഷൻസിൽ അതിന് തിന്നാനുള്ള പുല്ലടക്കമുള്ള സംഗതികൾ മുകളിലാണ് ഉള്ളത്. പിന്നെ മുകളിലെല്ലാം ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട. അതിനിടയ്ക്ക് കുറച്ച് ഹാരിസൺ മലയാളത്തിൻ്റെ പ്ലാന്റേഷൻ ഉണ്ട്. അവിടെ ഗ്രാൻഡിസ് വെച്ചിരിക്കുന്നതിനിടയ്ക്ക് വളരുന്ന ഈ പോതപ്പുല്ലെന്നുള്ള പുല്ലും ആന കഴിക്കും. അപ്പോൾ ഈ ആന ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ, താഴേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുമ്പോൾ, ഈ പറയുന്ന മുകൾ വശത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം അവിടെ നല്ല ഫെൻസിങ് ഉണ്ട്. ഇപ്പോൾ ക്ലബ് മഹേന്ദ്രയുടെ ഒരു ഫെൻസിങ് ഒരു ആനയ്ക്ക് തകർക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഫെൻസിങ് എല്ലാം കടന്ന് ആന ഇങ്ങനെ വരുമ്പോൾ ആനയ്ക്ക് ആകെ തകർക്കാൻ പറ്റുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ 301 കോളനി മാത്രമേ ഉള്ളൂ. കാരണം അവിടെ പ്രോപ്പർ ഫെൻസിങ് ഇല്ല, കിടങ്ങില്ല, ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ല.
അപ്പോൾ ആന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു പാത്തിലാണ് ഈ സംഗതി നിൽക്കുന്നത്. എല്ലാവരും ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന പാത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഈ ആനയുടെ ഈ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആന വരുന്നതിനെ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റ് സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് ആനയുടെ ഒരു ഉപദ്രവം അവർക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ 301 കോളനിക്കാർക്ക് ആ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് ആ പ്രശ്നങ്ങൾ അവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് വിഷ്വലൈസ് ചെയ്യാതെ ഇത് അവതരിപ്പിക്കാനായിട്ട് വലിയ പ്രയാസമായിരുന്നു. കാരണം ഈ ആനിറങ്ങൽ ഡാം എവിടെയാണ്, 301 കോളനി എവിടെയാണ്, ചിന്നക്കനാൽ എവിടെയാണ്, ചിന്നക്കനാലിൻ്റെ ഏറ്റവും ടോപ്പ് പ്രദേശങ്ങളിലുള്ള ഹാരിസൻ്റെ പ്ലാന്റേഷൻ എവിടെയാണ്, ഈ പറയുന്ന ക്ലബ് മഹീന്ദ്ര അടക്കമുള്ള വൻകിട റിസോർട്ടുകൾ എവിടെയാണ്. അപ്പോൾ ഇത് ഒരു ഞാൻ ഇപ്പോൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ഒരു നിർദ്ദേശം പോലെയും വിളിക്കുകയാണ്. കാരണം ശരിക്കും നമുക്ക് അരിക്കൊമ്പൻ വിഷയത്തെ മനസ്സിലാക്കണമെങ്കിൽ ചിന്നക്കനാലിൻ്റെ ഈ ടോപ്പോഗ്രഫിയും അവിടുത്തെ ഈ ഭൂപടവും വെച്ചിട്ട് തന്നെ ഇതിനെ ഒരു ഡേറ്റാ വിഷ്വലൈസേഷൻ്റെ പാറ്റേണിൽ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ആ പ്രശ്നം വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ കഴിയാതെ പോയി എന്ന് മാത്രം ഓർക്കുകയാണ്. ഓക്കെ, ഏതാണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ ബാക്കി ഓഡിയൻസിലേക്ക് കൊടുക്കാം. അവസാന ചോദ്യം ചെന്നത് നേരത്തെ ഇവിടെ സംസാരിക്കണ്ടേ ചോദ്യങ്ങൾ വരികയുണ്ടായി ഓപ്പൺ ഡാറ്റ പോളിസിയെക്കുറിച്ച്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതിൽ ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ പലപ്പോഴും പല ഡാറ്റകളും പ്രൈവറ്റ് ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സർക്കാരിന് ഡാറ്റ ചോദിച്ചാൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള മറുപടി പലപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ ഓപ്പൺ ഡാറ്റ പോളിസി വരാൻ വേണ്ടി ജേർണലിസ്റ്റുകൾ എന്ന നിലയിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഓപ്പൺ ഡാറ്റ പോളിസി എന്ന് പറയുമ്പോൾ അല്ല, ഓപ്പണായിട്ട് ഡാറ്റ എല്ലാവർക്കും ആവട്ടെ എന്നുള്ളത് ഓക്കെ. പക്ഷേ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഡാറ്റ കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ഫസ്റ്റ് നമ്മളത് വായനക്കാരിലേക്ക് കൊടുക്കുമ്പോൾ അത് ഡാറ്റ ഓപ്പണായി അങ്ങനെ നോക്കിയാൽ. ഞാൻ പറഞ്ഞത് ഈ സാധാരണക്കാരന് ഒരു ഡാറ്റ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്തൊക്കെ പാടാണെന്ന് നമുക്കറിയാം. ഇത് കിട്ടിയാൽ എത്രമാത്രം അപൂർണമായിരിക്കുമെന്ന് നമുക്കറിയാം. ഇതേ പ്രതിസന്ധി തന്നെയാണ് പത്രപ്രവർത്തകർ നേരിടുന്നത്. അവരുടെ അടുത്ത് നമ്മളൊരു സ്റ്റോറി എഴുതുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ കിട്ടാൻ വളരെ പാടാണ്. പഴയ പോലെ അല്ല, കിട്ടാൻ വളരെ പാടാണ്. കിട്ടിയാൽ തന്നെ അപൂർണമാണ്. ഈ വാർത്ത ഈ ഡാറ്റ വേറെ ഏതെങ്കിലും രീതിയിലാണ് നമ്മുടെ ഒരു സോഴ്സ് വഴിയാണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ ആ സോഴ്സിന് താല്പര്യമുള്ള ഡാറ്റ ഭാഗം മാത്രമായിരിക്കും വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നടത്തുന്ന ഇതുപോലുള്ള കൂട്ടായ്മകളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അധികാരികൾ, ഫോർ എക്സാമ്പിൾ മന്ത്രിമാരെയോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ അതിഥികളായി ക്ഷണിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ട് അവരെ കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്കേ അത് ചെയ്യാൻ പറ്റും, നമുക്കല്ല അത് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഇതുപോലുള്ള കൂട്ടായ്മകൾക്കാണ് സത്യത്തിൽ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, തീർച്ചയായിട്ടും അത് തന്നെ അതിൻ്റെ അകത്തൊരു ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഘട്ടത്തിലൊക്കെ എനിക്കും ഒരു സജഷനായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ഡേറ്റ ജേർണലിസത്തിൻ്റെ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഡേറ്റയുടെ വർക്ക്ഷോപ്പിലൊക്കെ കുറച്ചും കൂടി RT ആക്ടിവിസ്റ്റുകളെയും കൂടിയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി കേരളത്തിലെ RT ആക്ടിവിസ്റ്റുകൾ നേരിടുന്നുണ്ട്. അവർക്ക് കളക്റ്റീവ് ഉണ്ട്, RTA കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ കളക്റ്റീവ് ഉണ്ട്. അപ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധികളെയും കൂടി ചർച്ച ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ ഡേറ്റ ഓപ്പണായിരിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒരു പ്രഷറായിട്ട് തന്നെ സർക്കാരിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റും. ഈ സർക്കാരിൻ്റെ പ്രതിനിധിയും ഒപ്പം കേരളത്തിലെ RTA ആക്ടിവിസ്റ്റുകളുടെ ഗ്രൂപ്പുകളേക്കൊക്കെ ക്ഷണിക്കുകയാണെങ്കിൽ, കാരണം പലതരത്തിൽ വിവരാവകാശ നിയമത്തെ ഇല്ലാതാക്കാനാണ് സർക്കാർ ഒരു വശത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കത് വലിയ തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് 2005 ശേഷം. അപ്പോൾ അത് ഒരു വിഷയമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RTA ആക്ടിവിസ്റ്റുകൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മൾ കണക്ട് ചെയ്യണം. അവരുടെ ഒരു നല്ല നെറ്റ്വർക്ക് കേരളത്തിലുണ്ട്. അവർ RTA നിയമം അട്ടിമറിക്കുന്നതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങളിലും തന്നെയാണുള്ളത്. പിന്നെ RTA പ്രകാരം കളക്ട് ചെയ്യുന്ന പല വിവരങ്ങളും പബ്ലിക് ഡൊമൈനിൽ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം അവർക്കില്ല. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു ഡേറ്റ കേരളത്തിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു കൗണ്ടർ ഡേറ്റ കേരളത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചുള്ളത്, ഈ ഒഫീഷ്യൽ ഡേറ്റ നമ്മൾ ആദ്യം അന്വേഷിച്ച് പോവുക. ഇപ്പം ഞങ്ങൾ അടുത്തിടയ്ക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു വിഷയം, ഈ വയനാട്ടിൽ നിന്നും കുടകിലേക്ക് ഇഞ്ചി കൃഷിക്ക് പോയിട്ട് അവിടെ മരണപ്പെടുന്ന വയനാട്ടിലെ ആദിവാസി ആയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വയനാട് കളക്ടറേറ്റിലേക്ക് പോകണം. വയനാട് കളക്ടറേറ്റിൽ പോയിട്ട് നമ്മൾ കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു ആക്ടിവിസ്റ്റ് പറഞ്ഞു 2007 വയനാട് കളക്ടറുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇങ്ങനെ വയനാട്ടിലേക്ക് ഇഞ്ചി കൃഷിക്ക് പോകുന്ന ആളുകളുടെ കൃത്യം ഡേറ്റ അവിടുത്തെ ട്രൈബൽ പ്രൊമോട്ടർ വഴി രേഖപ്പെടുത്തി അത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് സൂക്ഷിക്കണമെന്ന് 2007 വയനാട് കളക്ടറിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കളക്ടറേറ്റിലേക്ക് പോകുന്നു. ആ നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള ഡേറ്റ ഒന്ന് കാണിച്ചു തരാമെന്ന് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു. ആ നിർദ്ദേശം നടപ്പിലായിട്ടേ ഇല്ല. പലപ്പോഴും ഒഫീഷ്യൽ ഡേറ്റ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ എത്തുക. അപ്പോൾ നമ്മൾ വീണ്ടും അന്വേഷിക്കുമ്പോൾ ആരുടെ കൈവശമാണ് ഈ ഡേറ്റ ഉള്ളത്? അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് വയനാട് കാക്കവയലിലുള്ള നീതിവേദി എന്നുള്ളൊരു ഓർഗനൈസേഷൻ കുറേ മരണങ്ങൾ, ഇതുപോലെ മരണങ്ങൾ ഉണ്ടായ ശേഷം ഈ മരണങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഡേറ്റ അവരുടെ കയ്യിലുണ്ടെന്ന് അറിയുന്നു.
പക്ഷേ നീതിവേദിയുടെ അവസ്ഥ എന്താ? നീതിവേദി ഈ ഡേറ്റ പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരണമെന്ന് അവർക്കൊരു ബോധ്യമില്ല. അവിടെ പൊടി പിടിച്ച് കിടക്കുന്ന ഈ ഡേറ്റ പിന്നെ നമ്മൾ എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കുടകിൽ 2007-നും 2010-നും ഇടയ്ക്ക് എത്ര ആളുകൾ പോയിട്ടുണ്ടെന്നും മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള നല്ല റിപ്പോർട്ട് നീതിവേദിയുടെ കയ്യിലുണ്ട്. അപ്പോൾ നീതിവേദിയുടെ ഇരിക്കുന്ന ഈ റിപ്പോർട്ട് എങ്ങനെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരാം? വലിയ ഡേറ്റയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കേരളത്തിൽ നമ്മൾ അറിയപ്പെടാതെ കിടക്കുന്നത്, ഇതിപ്പോൾ പക്ഷേ നമ്മളൊന്ന് അന്വേഷിച്ച് പോയില്ലെങ്കിൽ കളക്ടറേറ്റിൽ ചെല്ലുമ്പോൾ വിവരമില്ല എന്ന സ്ഥലത്ത് നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ ഈ നീതിപതിയുടെ റിപ്പോർട്ട് ഉണ്ടെന്ന് അവർ തന്നെ, കാരണം ഈ പലപ്പോഴും ഇത്തരം ഓർഗനൈസേഷൻസ് ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് പൂട്ടി പോവുകയോ ഇല്ലാതാവുകയോ ചെയ്യും. പല RTI ആക്ടിവിസ്റ്റുകളും ഈ ക്രൈസിസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ക്വാറികളെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ വിവരങ്ങൾ എടുത്തുകൊണ്ടിരുന്ന പല RTI ആക്ടിവിസ്റ്റുകളും ഇപ്പോൾ എടുക്കുന്നില്ല, കാരണം ഇത് വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ഇവരെ എങ്ങനെ നമുക്ക് ക്രോഡീകരിക്കാം? അല്ലെങ്കിൽ ഇപ്പോൾ നീതിവേദിയുടെ റിപ്പോർട്ട്, അവിടെ ഉറങ്ങിക്കിടക്കുന്ന റിപ്പോർട്ട് വളരെ നല്ല റിപ്പോർട്ടാണ്. അപ്പോൾ ഞാനതിൻ്റെ PDF എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കേരളത്തിൻ്റെ ആർട്ടിക്കിളിലേക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്ത് ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിൽ എവിടെങ്കിലുമൊക്കെ ഇത്തരം ഡേറ്റകൾ, വളരെ പ്രധാനപ്പെട്ട ഡേറ്റകൾ ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളുടെ കയ്യിൽ, ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിൻ്റെ കയ്യിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ക്രോഡീകരിച്ച് ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതും ആലോചിക്കുക. അപ്പോൾ കേരളത്തിൻ്റെയൊക്കെ തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ഒരു ഡൊമൈൻ്റെയൊക്കെ ഒരു സാധ്യതയും ആ രീതിയിൽ ഉപയോഗിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണകളും ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് എനിക്കതിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ചില PDF-കൾ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള PDF-കൾ CC0 അല്ലെങ്കിൽ CCBS ലൈസൻസുകളിലൊക്കെ നമുക്ക് പ്രസിദ്ധീകരിക്കാവുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ വിക്കി സോഴ്സിലൊക്കെ പറ്റുണ്ടാവില്ലേ? അല്ല, അതിൻ്റെ archive.org എന്നുള്ള വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഇത്തരം സാധനങ്ങൾ നമ്മൾ ലൈസൻസ് CC0 അല്ലെങ്കിൽ CCBS എന്ന ലൈസൻസിൽ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അത് കാലാകാലം അവിടെ ഉണ്ടാവും. അപ്പോൾ ഡ്രൈവിലൊക്കെ, അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ് ഡ്രൈവിലാണ് അപ്ലോഡ്. അപ്പോൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈവ് എപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷേ ആർക്കൈവ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കാലാകാലം അവിടെ കിടന്നോളും. നമുക്കതിനെ ഒരു ഇതായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഡാറ്റയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പബ്ലിക്കായിട്ട് കിട്ടുന്ന ഡാറ്റ, അത് ഇപ്പോൾ ഉദാഹരണം ഹോസ്പിറ്റലിൻ്റെ എണ്ണങ്ങളാവാം, അല്ലെങ്കിൽ പല വിവരങ്ങളാവും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സർക്കാരിന് കിട്ടുന്നില്ല. ഇപ്പോൾ നിലവിൽ data.gov.in എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അതിൻ്റെ തന്നെ സബ് ഡൊമൈനായിട്ട് Kerala.data.gov.in കേരളത്തിനുണ്ട്. പക്ഷേ കൂടുതൽ ഡാറ്റ അവൈലബിൾ അല്ല എന്നുള്ളൊരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ അത് പരിഹരിക്കപ്പെടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങൾ വരണം, അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടതുണ്ട്. ഈ data.gov.in അല്ലേ? അതെ അതെ. അതിനകത്തുനിന്ന് ഒരു ഇന്ത്യയുടെ ഡാറ്റ എടുത്താലേ 2019, 2018, 2020 കൂടി വന്നാൽ അതായിരിക്കും ലാസ്റ്റ് അപ്ഡേറ്റഡ് അല്ലേ? ഞാൻ എത്രയോ തവണ നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇന്ത്യ ഡാറ്റ എടുക്കാൻ ഉപയോഗിക്കുന്നത് സാധാരണ അവർ വേൾഡ് ഇൻ ഡാറ്റ എന്ന് പറഞ്ഞ് സൈറ്റ് ബോർഡുണ്ടല്ലോ. അവർ വേൾഡ് ഇൻ ഡാറ്റ എന്ന് പറഞ്ഞ് ലോകം മുഴുവനുള്ള ഡാറ്റ ഉള്ള ഒരു ഒന്നാന്തരം സാധനമുണ്ട്. അതിനകത്ത് എടുത്താൽ നമുക്ക് ഇന്ത്യ അതിനകത്തുനിന്ന് എടുക്കാം. അത് കുറച്ചുകൂടി അപ്ഡേറ്റഡാണ്. അതിനകത്ത് ഓരോ രാജ്യം വയസ്സായിട്ടുള്ള കണക്കുണ്ടാവും. ഏത് വിഷയം എടുത്താലും അതിനകത്ത് നമ്മൾ ഇന്ത്യ മാത്രം സെലക്ട് ചെയ്താൽ ഇന്ത്യയുടെ കണക്ക് കുറച്ചുകൂടി നന്നായി കിട്ടും. അല്ല, നമ്മുടെ എല്ലാ അവസ്ഥ അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം അതിനകത്ത് ചോദിച്ചോട്ടെ. ഇപ്പം നമ്മളിപ്പോൾ കേരളീയം പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന, അതുപോലെ ഡേറ്റയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സോഴ്സാണ് നിയമസഭാ രേഖ. ഈ നിയമസഭാ രേഖ എത്രത്തോളം ഒരു ഡിപ്പെൻഡബിൾ ഡേറ്റയാണ് എന്ന് മനോരമയൊക്കെ എങ്ങനെയാണ് കരുതുന്നത്? ഇപ്പോൾ നിയമസഭയിൽ ജനപ്രതിനിധികൾ കള്ളം പറയില്ലെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. നിയമസഭാ ഡേറ്റ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാര്യം. ഒരു ഡേറ്റ ഔദ്യോഗികമായിട്ട് വരിക. പക്ഷേ രാജ്യസഭയുടെയും ലോക്സഭയുടെയും ഡേറ്റ, അതായത് അവരുടെ ആർക്കൈവിൽ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ഓരോ വർഷത്തെയും ഓരോ MP-മാർ ഓരോ പ്രദേശം വയസ്സായിട്ട് നമുക്ക് എടുക്കാം. അതിനകത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം ഈ 2 സൈറ്റിലും കിടപ്പുണ്ട്, രാജ്യസഭ.in മറ്റേ ഇതിനകത്തും. അത് സാധാരണ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വിഷയമില്ല, നമുക്കൊരു ഡേറ്റ ഗ്രാഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ ചെയ്യണം, സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ എടുത്തു നോക്കാൻ പറ്റിയത് ഈ 2 സൈറ്റാണ്. കാര്യം നമ്മളുടെ കേരളത്തിലെ MP-മാർ പോലും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരുപാട് ഡേറ്റയോട് സപ്പോർട്ടോടുകൂടി ആ സൈറ്റിൽ കിടപ്പുണ്ട്. അത് മാധ്യമങ്ങളൊന്നും ചിലപ്പം റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ ഈ ജേർണലിസം പഠിക്കുന്ന പിള്ളേരോട് പറയും, ജോയിൻ ചെയ്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ സ്ഥലമില്ല. അതിൽ പഠിക്കുന്നവരോട് പറയും, നിങ്ങൾ ആദ്യമായിട്ട് ജേർണലിസത്തിന് ചെല്ലുമ്പോൾ നിങ്ങളോട് പത്രം പറയുകയാണ് ഒരു സ്റ്റോറി ചെയ്തുകൊണ്ട് വാ എന്ന് പറയുന്നത് നമ്മൾ തപ്പുകയാണ്. നമുക്കൊരു സ്റ്റോറി കിട്ടുന്നില്ല, ഒരു സോഴ്സില്ല. ഏറ്റവും നല്ല മാർഗം ഈ അവർ വേൾഡ് ഇൻ ഡാറ്റ നോക്കിയാൽ വേൾഡ് കിട്ടും. രാജ്യസഭ, ലോക്സഭ സൈറ്റ് എടുത്താൽ ഇഷ്ടം പോലെ സ്റ്റോറികളുടെ ഒരു വലിയ കലവറ അതിനകത്തുണ്ട്. നമ്മളൊന്ന് തപ്പിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യമുണ്ട്, അവിടെ നമ്മൾ ഇപ്പം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നിയത്, ഈ പലപ്പോഴും നിയമസഭാ രേഖകളിൽ ഈ വിശദീകരണം ഉണ്ടാവും, കണക്കുകൾ അനുബന്ധമായി ചേർക്കുന്നു എന്ന് പറയും. പക്ഷേ കണക്കുകൾ അനുബന്ധമായി ചേർക്കുന്നു എന്നുള്ള ആ വാക്കുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, ആ PDF അത് ഉണ്ടാവില്ല.
അപ്പോൾ ഇത് കൂടി പബ്ലിക് ഡൊമൈനിലേക്ക് വരുത്താനായിട്ട് എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം, അങ്ങനത്തെ ഉള്ളൊരു ജേർണലിസ്റ്റുകൾക്കൊക്കെ അത് ആവശ്യപ്പെടാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണ്. വളരെ അപൂർവമായിട്ടുള്ള ചില മിനിസ്റ്റർമാർ പറയുന്ന ഉത്തരത്തിൽ മാത്രമേ ഈ അനുബന്ധം ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതിനൊരു മാനദണ്ഡം ഉണ്ടോ? എന്തുകൊണ്ട് അത് PDF ആയിട്ട് വെബ്സൈറ്റിലേക്ക് വരുന്നില്ല എന്നുള്ളത് വ്യക്തമല്ല പലപ്പോഴും. ഓക്കെ, അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ കൂടി ഇനി ഓഡിയൻസിലേക്ക് വിടുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മുജീബ് ഓൾറെഡി ചോദിച്ചൊരു ചോദ്യമാണ് എന്ത് തരം വാർത്തകൾക്കാണ് ഡാറ്റ ചാനൽസ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ SSLC റിസൾട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് എന്നൊക്കെ പറയുന്നത് ഒരുപാട് നമ്പറുകൾ വരുന്ന വാർത്തകളാണ്. ആ നമ്പർ ഇല്ലാതെ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പിന്നെ അതിൽ ചെയ്യാവുന്നത് ഈ നമ്പറുകളൊക്കെ കുറച്ച് വൃത്തിക്ക് കാണിക്കുക എന്നുള്ളത്, ഇപ്പോൾ കളർ സൈസ് ഫോണ്ടൊക്കെ മാറ്റി പ്രേക്ഷകർക്ക് കാണാവുന്ന രീതിയിൽ വൃത്തിക്ക് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്പറുകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ വൃത്തിക്കോ പ്രാധാന്യം കൊടുക്കാതെ ശരിക്ക് ഇപ്പോൾ ഒരു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സംവരണത്തിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയൊക്കെ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഡാറ്റ മീൻസ് അതിനൊരുപാട് റിസർച്ചൊക്കെ വേണ്ടി വരും. റിസൾട്ടുകൾ എന്നൊക്കെ പറയുന്നത് SSLC റിസൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നടന്നൊരു വാർത്ത നാളെ പബ്ലിഷ് ചെയ്യുന്നു, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിന് പകരം ഡാറ്റ ജേർണലിസത്തിൻ്റെ യഥാർത്ഥ സാധ്യത ഇതുപോലെയുള്ള കാര്യങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ ഒരുപാട് റിസർച്ച് ആവശ്യമുള്ള ഡീറ്റെയിലായി വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ ക്രിയേറ്റീവായി വിഷ്വലൈസ് ചെയ്ത് വായനക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുമ്പോഴല്ലേ അതിൻ്റെ യഥാർത്ഥ സാധ്യത യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കേണ്ട ഇപ്പോൾ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആറ്റം എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ വലിപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഒരു ഈച്ചയുടെ വലിപ്പം എന്നൊക്കെ നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തരും. അപ്പോൾ ഡാറ്റ ജേർണലിസം കൊണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴല്ലേ ഡാറ്റ ജേർണലിസത്തിൻ്റെ യഥാർത്ഥ യൂസ് വരുന്നത്. ആ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മാധ്യമം ഓൾറെഡി നടത്തുന്നുണ്ടോ, അങ്ങനെയല്ലേ വേണ്ടതെന്നാണ് ഒരു ചോദ്യം. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഗ്രാഫിക്സുകൾ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഫേവറേറ്റായിട്ട് എപ്പോഴും ഞാൻ എൻ്റെ സ്വയം സന്തോഷം തരുന്ന ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ 2016 കേരള അറ്റ് 60 വന്ന സമയത്ത് ഒരു 3 പേജുള്ള ഗ്രാഫിക്സ് ചെയ്തു. ഡബിൾ സ്പ്രെഡ് ഒരു ഗ്രാഫിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മോഹം. അതിനുവേണ്ടി ചെയ്തതാണ്. അപ്പം ചെയ്തതെന്ന് വെച്ചാൽ 1896, 1956, 2016 ഈ 3 കാലഘട്ടത്തിൽ കേരളം എങ്ങനെ മാറി എന്നുള്ളതായിരുന്നു ആ ഗ്രാഫിക്സ്. അത് ഒരുപാട് റിസർച്ച് ചെയ്താണ്. നമ്മൾ ഈ SLC ഇപ്പം നവനീത ഒരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അതൊന്നുമല്ല ശരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്നത്. എല്ലാ ദിവസവും പ്രാക്ടിക്കലി പറ്റുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഡേറ്റയും വിഷ്വലൈസേഷനും ചെയ്യുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ഒത്തിരി എഫർട്ട് വേണം. ഒരുപാട് നാളുകളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഒരു ന്യൂസ് ബ്രേക്ക്, അതാണല്ലോ ഒരു പത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ന്യൂസ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ശരത്തൊക്കെ ചെയ്യുന്ന പോലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറികളുടെ ഒരു വശത്ത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് പെട്ടെന്നൊരു സംഭവം ഉണ്ടാകും. ആ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് സാധാരണ ന്യൂസ് ഏജൻസികൾ ഗ്രാഫിക്സുകൾ നമുക്ക് തരും, ഡേറ്റ വിത്ത് സപ്പോർട്ടിങ് ഗ്രാഫിക്സ്. ഇത് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിറ്റേ ദിവസമായിരിക്കും തരുന്നത്. ഇപ്പോൾ റോയിറ്റേഴ്സ് നമ്മൾ ഏജൻസി എടുത്തിട്ടുണ്ട്, അവരുടെ ഗ്രാഫിക്സ് നല്ല ഡേറ്റകളൊക്കെ ആയിട്ട് നല്ല കണക്കുകളൊക്കെ ആയിട്ട് വരും പിറ്റേ ദിവസം. അതുകൊണ്ട് സത്യത്തിൽ യാതൊരു കാര്യമില്ല, നമുക്ക് ഇന്ന് തന്നെ വേണം. ഇപ്പം മനോരമയെ സംബന്ധിച്ച് ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഇന്ന് തന്നെ ആ ഗ്രാഫിക്സ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. പിറ്റേ ദിവസം അതിന് സ്പേസ് പോലും കാണുന്നത്. അപ്പോൾ നമ്മളെന്താ, നമുക്ക് അവൈലബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ പോയി ഈ ഡേറ്റയ്ക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ്. അപ്പോൾ ആ തിരയുമ്പോൾ നമുക്ക് റിലയബിളാണ് ആവണം, അങ്ങനെയുള്ളത് മാത്രമേ എടുക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇത് ഏത് തരം സ്റ്റോറിയാണ് നമ്മൾ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരാഴ്ച കഴിഞ്ഞ് പബ്ലിഷ് ചെയ്താൽ മതി എന്നുള്ള സ്റ്റോറിക്ക് സാവകാശമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോയി എടുക്കാം ഡേറ്റ. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലും ഉള്ള ഗ്രാഫിക്സുകൾ മനോരമയിൽ നമ്മൾ ചെയ്യാറുണ്ട്. SLC റിസൾട്ടിനെ പറ്റി കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ പഴയ ആളുകൾ ഇരിപ്പുള്ളതുകൊണ്ട് പറയാം. ഞാൻ മനോരമയിൽ കയറുന്ന സമയത്ത് 24 വർഷം മുമ്പ് SLC റിസൾട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്കറിയായിരിക്കും, പഴയ ആളുകൾക്കറിയാം. അതായത് ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് പത്രങ്ങൾക്ക് കിട്ടും റിസൾട്ട്. 2 ദിവസം മുമ്പ്. അതെങ്ങനെ കിട്ടുന്നത്? പ്രിൻ്റ് ഔട്ടായിട്ട് നമ്മൾ PRDയിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുകയാണ്, വളരെ വലിയ കെട്ട്, കേരളം മുഴുവനുള്ള റിസൾട്ട്. ആ റിസൾട്ട് നമ്മൾ പത്രങ്ങൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതും മേടിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ റിസൾട്ട് അറിയാൻ വേണ്ടി ചോദിക്കും, അത് വേറെ കാര്യം. ഈ ഡേറ്റ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു, കുറേ പേരിരുന്ന് ഇത് കമ്പോസ് ചെയ്യുന്നു,
അത് ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു പ്രോസസ്സ് ഓഫ് ഡാറ്റ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഇല്ല. ഇപ്പോൾ വളരെ സിമ്പിളല്ലേ, SLC റിസൾട്ടിൻ്റെ വരുമ്പോൾ വളരെ കൃത്യമായ കണക്കോടുകൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഇങ്ങോട്ട് വരുന്നത്. എത്ര സ്കൂളുകൾക്ക് 100% കിട്ടി, എത്ര പിള്ളേർ ജയിച്ചു, ശതമാനം എല്ലാം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡാറ്റയുടെ ഇങ്ങനത്തെ റിസർച്ചിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നോക്കിയാൽ പുറകോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അങ്ങനത്തെ വർക്കുകളൊന്നും നടക്കുന്നില്ല സത്യത്തിൽ. ശരത്തേട്ടനോടാണ് എൻ്റെ ചോദ്യം. സമാന്തരമായിട്ടുള്ളൊരു ഡാറ്റ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡാറ്റ ഒരു അത്തരത്തിലുള്ളൊരു ശേഖരം ഉണ്ടാക്കി വയ്ക്കുന്നതിൻ്റെ പ്രസക്തിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കേരളീയം തുടർച്ചയായിട്ട് ഇൻഡിവിജ്വൽ റിസർച്ചേഴ്സിനെ ന്യൂസ് സ്റ്റോറീസിൽ പല രീതിയിലും സഹകരിപ്പിക്കാറുണ്ട്. അവരുടെ റിസർച്ചിൻ്റെ ഡാറ്റ എടുക്കാറുണ്ട്, പല റിസർച്ച് ഗ്രൂപ്പുകളുടെ അടക്കം. ഈ ഡാറ്റയുടെ അതിനെ എങ്ങനെ വിശ്വസിക്കും, അതിൻ്റെ ഓതൻറ്റിസിറ്റീനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? അതിനായിട്ടൊരു പ്രോസസ്സ് ഉണ്ടോ? അല്ല, അതിനൊരു പ്രോസസ്സ് തീർച്ചയായിട്ടും നമ്മളുടെ ഡെസ്കിൽ നടക്കുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ അതൊരു പരിശോധിക്കപ്പെടുന്നത് അവിടെയുള്ളൂ. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ നമ്മൾ വേറൊരു ഇപ്പോൾ പീർ റിവ്യൂഡായിട്ട് ചെയ്യുന്ന ഇപ്പം നേച്ചർ പോലുള്ള മാഗസീൻസ് അല്ലെങ്കിൽ സയൻസ് ജേണൽസ് പോലെ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് അതൊരു പരിശോധനാ സംവിധാനം ഇല്ലാതെ നമ്മൾ തീർച്ചയായിട്ടും ഒന്നും അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ അത് കേരളത്തിൻ്റെ ഡെസ്കിൽ നടക്കുന്നൊരു പരിശോധനയിലൂടെ തീർച്ചയായിട്ടും അത് കടന്നു പോയിട്ടുണ്ടാവും. ഒപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തും. ഇപ്പോൾ സർക്കാർ ജനറേറ്റ് ചെയ്തൊരു ഡേറ്റയും ഈ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ സയൻസ് കമ്മ്യൂണിറ്റി ജനറേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡേറ്റയും തമ്മിലുള്ള ഒരു വിലയിരുത്തലും തീർച്ചയായിട്ടും നടത്തുന്നുണ്ടാവും. അത് നമ്മുടെ ഡെസ്കിൽ നടക്കുന്നൊരു പ്രോസസ്സിലൂടെ തന്നെ അത് നമ്മളെപ്പോലുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഈ കേരളീയം പോലുള്ള ആൾട്ടർനേറ്റീവ് മീഡിയാസ് ഇല്ലേ, നിങ്ങൾ ചെയ്യുന്നത് കമൻറ്റബിൾ ആയിട്ടുള്ള വർക്കാണ്. കാര്യം ഇപ്പോൾ നിങ്ങൾ ക്ലബ് മഹീന്ദ്രയെ പറ്റി പറഞ്ഞു. അപ്പോൾ നമുക്ക് മനോരമ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് വാണിജ്യ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പേരെടുത്ത് പറയാൻ പറ്റുകയോ പരാമർശിക്കപ്പെടാൻ പറ്റാതെ പോവുകയോ ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് മീഡിയ ആയതുകൊണ്ടും പബ്ലിക്കിൻ്റെ ഫണ്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ടത്ര ഈ ഡേറ്റ പോളിസിയെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. സത്യത്തിൽ നിങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കണം. അല്ലാതെ ഇലക്ഷൻ വരുമ്പോൾ മാനിഫെസ്റ്റോയിൽ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഓപ്പൺ ഡേറ്റ മാനിഫെസ്റ്റോ തരുമെന്ന് പറഞ്ഞിട്ട് മാനിഫെസ്റ്റോയിൽ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. അപ്പം നിങ്ങളുടെ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതിനെപ്പറ്റി എഴുതാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നാഷണൽ ഓപ്പൺ ഡേറ്റ പോളിസി ഉണ്ടെന്ന് തോന്നുന്നു. മനോജ് ചേട്ടനും ബാക്കിയുള്ള ആൾക്കാർക്കും അതൊക്കെ വ്യക്തമായി പറഞ്ഞുതരാൻ കഴിയുമായിരിക്കും. പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഈ താങ്കൾ പറഞ്ഞല്ലോ ഒരു എങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്ന്. അത് എനിക്ക് തോന്നുന്നു ഏരിയൽ ഇമേജറി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ ഏരിയൽ വീഡിയോ വെച്ച് കാണിക്കാൻ പറ്റുമല്ലോ, ഇന്ന ഏരിയയിലാണ് ആന സഞ്ചരിക്കുമ്പോഴുള്ള പ്രശ്നം, അല്ലെ ഇന്ന ഏരിയയിലാണ് ഇന്ന പ്രശ്നമുള്ളതെന്ന്. അപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏരിയൽ ഇമേജറിയുടെ സഹായത്തോടു കൂടിയോ ഏരിയൽ വീഡിയോസിൻ്റെ സഹായത്തോടു കൂടിയോ അത് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഈ താങ്കൾ പറഞ്ഞ മൊത്തത്തിലുള്ള ഒരു ഇത് തന്നെ, നിങ്ങളെല്ലാം ഈ ഡേറ്റയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ എങ്ങനെ കിട്ടുമെന്നുള്ള സോഴ്സ് നിങ്ങൾക്ക് തന്നെ ഉണ്ട്, പോളിസി ഉണ്ട്. അപ്പോൾ നിങ്ങളത് വേണ്ടത്ര രീതിയിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ സാറ് ഇത് ജേർണലിസം ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം സാറിനിപ്പോൾ ഒരു കാര്യങ്ങളൊന്നും ഡേറ്റയിലൊന്നും വളരെ മൂവ്മെൻ്റ് ഉള്ളതായിട്ട് തോന്നാത്തത്. പക്ഷേ ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ ഇപ്പോൾ മാതൃഭൂമിയോ മനോരമയോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മനോരമ ഭയങ്കര മുന്നിലാണ്. കാര്യം ടെക്നോളജിയെ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും മനോരമയാണ്. കാര്യം ഇപ്പോൾ 360 വീഡിയോസിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഗൂഗിൾ മൈ മാപ്സ് മാതൃഭൂമി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്തും മാതൃഭൂമിയുടെ ട്രാവലിൽ മനോരമ കസ്റ്റം API ഉപയോഗിച്ചിട്ട് കസ്റ്റം മാപ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വലിയ ടെക്നോളജിയെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് മനോരമ കാണിക്കുന്നുണ്ട്. പിന്നെ സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. ഈ നിങ്ങളുടെ ഈ ആർക്കൈവ് ഒക്കെ എങ്ങനെയാണ്, സെർച്ചബിൾ ആണോ? അതെ, സെർച്ചബിൾ ആണ്. പക്ഷേ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്ന് മാത്രം. അല്ല, അത് പുറത്തേക്ക് അല്ല. അപ്പോൾ സാറ് പറഞ്ഞ ഈ സെർച്ചബിളിൽ ഇപ്പോൾ അതിൽ തന്നെ ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ലിങ്ക്ഡ് ഓപ്പൺ ഡേറ്റ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ വാർത്തകളും നിങ്ങൾക്ക് ലിങ്ക്ഡ് ഓപ്പൺ ഡേറ്റയിലാക്കാം. ഇപ്പോൾ ഇന്ന് ഏത് വാർത്തയാണ് പബ്ലിഷ് ചെയ്തത്, അല്ലെ ഇന്ന കണ്ടൻറ്റ് പ്രകാരം ഒരു കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അതിൽ നിന്ന് ആ ഡേറ്റ. അപ്പോൾ അതിൽ ഭയങ്കരമായ സാധ്യതകളുണ്ട്. BBC ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ. അല്ല, അതിനെപ്പറ്റി എനിക്ക് അസഫ് ബർത്തോ നേരത്തെ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ ഒരു അസഫ് ബർത്തോ എന്ന് പറഞ്ഞിട്ടൊരു വിക്കിമീഡിയൻ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ അതിനെപ്പറ്റി ഒരു 3 hour ഒരു ഫുൾ ലെന്ത് ഒരു ബിഗിനർ ടു എക്സ്പെർട്ട് ലെവലിൽ എങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലല്ല, അത് കൊടുകൈ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം കോവിഡ് സമയത്ത് തുടങ്ങിയായിരുന്നു.
അപ്പോൾ അവർ അതിലൊരു ഓൺലൈൻ സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഓപ്പൺ ഡേറ്റയാണ്. അപ്പോൾ കുറച്ച് മലയാളത്തിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സജഷൻ തോന്നിയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞു മാപ്പ് വരയ്ക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന്. ഈ മാപ്പ് വരയ്ക്കാൻ നിങ്ങൾക്ക് വെക്ടർ ഫയലായിട്ട് തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ ഫിഗ്മ പോലുള്ള UX ഡിസൈൻ ടൂൾസിൽ പ്ലഗിൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫിഗ്മ ആപ്പ് പോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയ അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾക്കത് വെക്ടറായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് മാപ്പ് ബോക്സിലൊക്കെ കിട്ടുമല്ലോ. മാപ്പ് ബോക്സ് സ്റ്റുഡിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നിങ്ങൾ ക്രെഡിറ്റ്സ് കൊടുക്കണമെന്നേ ഉള്ളൂ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിലേക്ക്. അല്ല, അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഈ വരച്ചെടുക്കുന്നതെന്ന് പറഞ്ഞത് കുറേ മുമ്പുള്ള കാര്യമാണ് പറഞ്ഞു. ഇപ്പം ചെയ്യുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അതിനു മുമ്പ് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ടൂളുകളെല്ലാം മനോരമയുടെ ആർക്കൈവിൻ്റെ ചുമതല കൂടി എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് വളരെ താല്പര്യമുള്ള കേസാണ്. നമ്മളുടെ ഇലക്ട്രോണിക് ടീമും ടെക്നിക്കൽ ആളുകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ടൂൾസ് ഉണ്ട് നമുക്കിത് പ്രോസസ്സിങ് സഹായിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇനി കൂടുതൽ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഉണ്ട്, പിന്നെ ഇവിടെ ഉള്ളൊരു OSM കമ്മ്യൂണിറ്റിയോടും കൂടിയുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇന്ന് കാലത്ത് തൊട്ട് നടന്ന ഡിസ്കഷൻസിൽ വന്നൊരു കാര്യം, ഡേറ്റ വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ നടന്ന ഡിസ്കഷൻസിൽ പിന്നെ വേറൊരു ചായ്വ് ഉണ്ടായിരുന്നത്, ഒഫീഷ്യൽ സ്റ്റേറ്റ് ഡേറ്റ എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റും, എന്നാൽ പിന്നെ മറ്റേതിനൊരു കൗണ്ടർ ഡേറ്റ എന്ന് പറഞ്ഞൊരു പേര് വരുമ്പോൾ തന്നെ അതിന് ആ ഒരു ഇല്ലെജിറ്റിമേറ്റ് ഇല്ലെങ്കിൽ പോലും ഒരു മെയിൻ സ്ട്രീമിന് പെടാത്തൊരു ഡേറ്റ എന്നുള്ളൊരു കണ്ണോട്ടേഷൻ ആ ഇതിന് വരുന്നുണ്ട്, കൗണ്ടർ ഡേറ്റ. അപ്പോൾ എങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ കാണിച്ച എക്സാമ്പിൾസിൽ നിന്ന് മനസ്സിലായത് കേരളീയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്യുമെൻറ്റിങ് ചെയ്യണേലും ആ ഒരു ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സ് എടുത്ത് അത് എൻവയറമെൻ്റൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിൽ അതിൻ്റെ റെലവൻസ് കാണിക്കുന്നതിലും ഇമ്പോർട്ടൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ എങ്ങനെയാണ് കുറച്ചും കൂടി മെയിൻ സ്ട്രീം ആക്കാൻ പറ്റാന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് കേരളം വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവ്, പക്ഷേ വളരെ ലിമിറ്റഡ് ആണ് ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ. പ്രിൻ്റ് ഇപ്പോൾ മലയാള മനോരമ മാതിരി ഒരു പ്രിൻ്റ് ഇതായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ആക്സെപ്റ്റൻസും ഒരു എക്സ്പോഷറും കിട്ടിയേനെ. അപ്പോൾ അതല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നേരത്തെ ആൾ പറഞ്ഞ മാതിരി അതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവാം, പ്രിൻ്റ് മീഡിയയ്ക്ക് ഇപ്പോഴത്തെ ലിമിറ്റേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അത് മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഒരു OSM കമ്മ്യൂണിറ്റിക്കും അതേമാതിരി തന്നെ ഇങ്ങനത്തെ ഓർഗനൈസേഷൻസിനും അത് മറികടന്നുകൊണ്ട് കുറച്ചും കൂടി ഒരു മെയിൻ സ്ട്രീമിങ് കൊണ്ടുവരാൻ പറ്റുക ഡേറ്റയിൽ എന്നുള്ളതിൻ്റെ ഒരു നിങ്ങളുടെ കാഴ്ചപ്പാട്, പിന്നെ അതിലൊരു ഡിസ്കഷൻ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം. അല്ല, ഈ കൗണ്ടർ ഡേറ്റ എന്ന് പലപ്പോഴും ഈ പറയേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കും പലപ്പോഴും ഈ കൗണ്ടർ ഡേറ്റകൾ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടുകൂടിയാണ് കൗണ്ടർ ഡേറ്റ എന്ന് ഞാൻ അങ്ങനെ ഒരു ടേം ഉപയോഗിച്ചതേ ഉള്ളൂ. കാരണം പലപ്പോഴും മനസ്സിലായി അല്ല, പലപ്പോഴും ഇപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നൊരു ശാസ്ത്രം തന്നെ ശരിക്കും ഒരു ഭരണപരമായിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു സംഗതിയാണല്ലോ. അപ്പം ഈ ഭരിക്കപ്പെടുന്ന ആളുകൾ തിരിച്ചുള്ള കൗണ്ടർ ഡേറ്റകൾ വെച്ചിട്ട് ഈ ഭരണത്തെ ചലഞ്ച് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴാണല്ലോ പലപ്പോഴും അത്തരത്തിലുള്ള ഡേറ്റ ജനറേഷൻ നടക്കുന്നത്. പൊളിറ്റിക്കലി തന്നെ അങ്ങനെയാണല്ലോ അത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഡേറ്റ ആയതുകൊണ്ടാണ് പലപ്പോഴും അത് കൗണ്ടർ ഡേറ്റയായി വരുന്നത്. കാരണം പലപ്പോഴും അങ്ങനെയുള്ളൊരു പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അത് നിർമ്മിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം മനോജിൻ്റെ ഒരു മാപ്പ് കേരളത്തിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് കേരളിൻ്റെ മാപ്പ് നമ്മുടെ ഉണ്ട്. ഇപ്പോൾ സർക്കാർ കേരളിൻ്റെ മാപ്പ് നമുക്ക് തരുന്നു. കേരള സിൽവർ ലൈൻ പ്രോജക്റ്റ് കേരളത്തിൽ ഇതുവഴി കടന്നു പോകുന്നു എന്നുള്ളത്. അതിലേക്ക് കേരളത്തിലെ ബേർഡ് വാച്ചേഴ്സ് കളക്ട് ചെയ്ത പക്ഷി നിരീക്ഷണ ഡേറ്റയെ കൂടി കൺവേർട്ട് ചെയ്തിട്ടൊരു മാപ്പ് മനോജ് ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ കടന്നു പോകുന്ന കേരളത്തിലെ റൂട്ടിൽ എത്ര ബേർഡ് ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളൊരു മാപ്പ് നമ്മൾ നിർമ്മിക്കുന്നു. ഇത് കേരളയിൽ പ്രപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിൽവർ ലൈനിന് വേണ്ടി വാദിക്കുന്ന അതിനു വേണ്ടിയിട്ട് വളരെ ശക്തിയുക്തം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഈ മാപ്പ് മനോജ് ഇപ്പുറത്ത് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് പോലീസ് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ വീട്ടിൽ മതിൽ ചാടിക്കടന്ന് കുറ്റികൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ അപ്പുറത്ത് നടക്കുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൗണ്ടറായിട്ടുള്ള ഒരു ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന ഡേറ്റകളാണ് പലപ്പോഴും കേരളീയമൊക്കെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ആ കൗണ്ടർ ഡേറ്റ ജനറേഷൻ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും ഇത് മെയിൻ സ്ട്രീമിലേക്ക് വരിക എന്നുള്ളത് പിന്നെ വേറൊരു ക്വസ്റ്റ്യനാണ്. അത് പലപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ ഓൺലൈൻ ആയിട്ട് തന്നെ ഇതിനെ നമ്മൾ
ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ. കാരണം ഇത്തരത്തിലുള്ള ഒരു അൽഗോരിതം ഒന്നും അല്ല പലപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഒന്നും ഇത്തരത്തിലുള്ള കൗണ്ടർ ഡേറ്റ ആയിരിക്കില്ല പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. നമുക്കൊക്കെ ഒരുപാട് ഇപ്പോൾ കേരളത്തേക്ക് സംബന്ധിച്ച് ആ രീതിയിൽ ഇപ്പം നിലവിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ വഴി ഈ രീതിയിലുള്ള ഒരു ഡേറ്റയും വെച്ചിട്ടുള്ളൊരു ജേർണലിസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് ആ സിസ്റ്റത്തിനകത്തുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു കളക്റ്റീവ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇതിനെ ഒരുപക്ഷെ മറികടക്കാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒരു കാര്യം ഇങ്ങനെ അഡീഷൻ ഇതാക്കുന്നുള്ളത്, നമ്മൾ ഓപ്പൺ ഡാറ്റ കേരള എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം നമ്മളിങ്ങനെ കേരളവും മലയാളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുപോലെയുള്ള വിവര ശേഖരണം, അത് പ്രധാനമായിട്ടും നമ്മൾ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ കുറേ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്, വിക്കി ഡാറ്റയിലും കുറേ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ SMC ലിംഗ്വിസ്റ്റിക് ഡാറ്റയിൽ കുറേ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള എല്ലാ ഡാറ്റയും കൂടി പബ്ലിഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഓപ്പൺ ഡാറ്റ കേരള നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോഴും നമ്മൾ മനസ്സിൽ കണ്ട രീതിയിലേക്കൊന്നും ആയിട്ടില്ല, അതൊക്കെ ശൈശവാവസ്ഥയിലാണ് കിടക്കുന്നത്. പക്ഷെ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അത് വളരെ എഫക്റ്റീവായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ അറ്റത്ത് കിടന്ന് പണിയെടുത്തിരുന്ന മനുഷ്യന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുകയും അതിൻ്റെ വലിയൊരു മാസീവ് റിസൾട്ട് ഈ ഒരു 2-3 വർഷത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ ഡാറ്റയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഡാറ്റ ആയാലും, ഇപ്പോൾ ലിറ്ററസി ഡാറ്റ, ഓരോ പഞ്ചായത്തിൻ്റെ ലിറ്ററസി ഡാറ്റ ജനറേറ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിലേക്ക് പ്ലഗ് ചെയ്തുകൊണ്ട് ആ ഡാറ്റേനെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പണി ഈസി ആവുന്നുണ്ട്. എന്ത് തരത്തിലുള്ള ഡാറ്റ ഇനി പോപ്പുലേറ്റ് ചെയ്താലും ഇതൊക്കെ നമുക്ക് ആ തരത്തിൽ ഈ വിക്കി ഡാറ്റയുടെ ഒരു പവർ അതാണ്. അത് ലിങ്ക്ഡ് ഡാറ്റയാണ്. നേരത്തെ അത് എത്രത്തോളം പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പല ഡയമെൻഷനിലുള്ള ഡാറ്റകളെ ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാപ്പിലേക്കും അതല്ലാതെയും ഒക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അത് മെഷീൻ റീഡബിൾ ആണ്. മെഷീൻ നമ്മൾ കൊറി എഴുതുന്നതനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം. അതിനി കുറേ മാറ്റങ്ങൾ വരണം. അത് നമ്മൾ കുറേ സാധനങ്ങൾ പൈപ്പ് ലൈനിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം കേരളത്തിലെ ശരത്തൊക്കെ പറഞ്ഞ പോലെയുള്ള കൗണ്ടർ ഡാറ്റകളും പബ്ലിക് ഡൊമൈനിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഡാറ്റകളെയും നമുക്ക് ക്യൂറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഭാവിയിലേക്ക് ഉണ്ടാക്കണം. നമുക്ക് ശ്രമിക്കാം അതിനുള്ള. വേറെ 2 ചെറിയ ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഒരു പോപ്പുലറായ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ നിങ്ങളൊരു ഡാറ്റ വിഷ്വലൈസേഷൻ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡാറ്റ ഉപയോഗിക്കുമ്പോൾ ആ വാർത്തയുടെ ഒരു ഡയമെൻഷൻ മാറുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ലെവല് എന്തോരം ഉണ്ടാകുന്നുണ്ട്? അതായത് റീഡേഴ്സിൻ്റെ എണ്ണം കൂടുകയാണോ അല്ലെങ്കിൽ റീഡേഴ്സിൻ്റെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയോ അല്ലെങ്കിൽ സ്റ്റഡിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് പറയാവുന്ന ഒരു വിവരം കയ്യിലുണ്ടോ? അത് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഡാറ്റ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടായാലും അല്ലെങ്കിൽ പബ്ലിക് സ്പേസിൽ നിന്നായാലും വലിയ തോതിലുള്ള ഡാറ്റ പ്രോസസ്സിങ് നടത്തുന്നുണ്ട് പല സമയത്തും. ഹോട്ടായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴായാലും അല്ല കോൾഡ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടായാലും ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു പ്രോസസ്ഡ് ഡാറ്റ ശേഖരം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പല തരത്തിലൊക്കെ ആയിട്ട് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ഡാറ്റയിൽ നിന്ന് നിങ്ങൾ ഡാറ്റ എടുക്കുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അത് ഓപ്പൺ ഡാറ്റയിലേക്ക് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇനീഷ്യേറ്റീവുകൾ നിങ്ങൾ ഇൻറ്റേർണലി ചെയ്യുന്നുണ്ടോ? അതേപോലെ അതിനെപ്പറ്റിയുള്ള ഒരു പോളിസി എത്രത്തോളം, ഐ മീൻ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ പോളിസി എത്രത്തോളമാണ് ഉള്ളത്? അങ്ങനെ പോളിസി നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനൊരു പദ്ധതി ഭാവിയിൽ ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ട്രെയിനേഴ്സിനെയോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനോ ഒക്കെ പോകുമ്പോൾ ന്യൂ ജനറേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു സാധ്യതയും ഒരു പബ്ലിക് ഓപ്പൺ ഡാറ്റ സമൂഹത്തിനേക്കാൾ കൂടുതൽ മീഡിയയ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പോളിസി നിങ്ങൾക്കുണ്ടോ? വളരെ നല്ല ഒരു ചോദ്യമാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരിയാണ്. നമ്മൾ ഓപ്പൺ സോഴ്സ് ഇങ്ങോട്ട് എടുക്കുന്നതല്ലാതെ തിരിച്ചങ്ങോട്ട് എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. തിരിച്ച് തരാൻ സത്യത്തിൽ ഒരുപാടുണ്ട്.
നമ്മുടെ മനോരമയുടെ ആർക്കൈവ് എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ ഒരു വലിയ ശേഖരം തന്നെയാണ്. നിങ്ങളുടെ ഒരു ഗ്രൂപ്പായ നിങ്ങൾ കൂട്ടം ചേർന്ന് നടത്തുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മുടെ ഡാറ്റ തരുന്നതിനകത്ത് യാതൊരു പ്രശ്നമില്ല. അതിനകത്തൊന്നും പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഇത് ഷെയർ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇപ്പം നിലവിൽ അങ്ങനെയുള്ള അതിനൊരു പ്ലാൻ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ഡാറ്റ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേരള മാപ്പ് തന്നെ അന്ന് ഞങ്ങൾ ചെയ്യാൻ ഉള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അത് തിരിച്ചിട്ടുള്ള അതിർത്തികൾ അന്ന് ഇല്ലായിരുന്നു. അതായിരുന്നു നമ്മളത്. ഇപ്പോൾ ഉണ്ട് അല്ലേ? ഇപ്പം നിങ്ങളത് പൂർത്തിയാക്കി. അത് വലിയ കാര്യമാണ്. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ അന്ന് നേരിട്ട പ്രശ്നം വരാൻ പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി പറയാം. ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ പത്രത്തിലൊരു സാധനം ചെയ്താൽ അന്നത്തെ ദിവസം പോയിട്ട് അത് കുറഞ്ഞ് നമ്മുടെ റീഡേഴ്സ് പറയുന്നത് പത്രത്തിലേക്കുള്ള ശ്രദ്ധയുടെ ആ ടൈമിംഗ് സമയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അരമണിക്കൂർ വരെയായി. നമ്മൾ വളരെ വലിയ ഡാറ്റ വിഷ്വലൈസേഷൻ, ഫുൾ പേജ് ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ മീൻ കടയിലൊക്കെ ചെല്ലുമ്പോൾ ഈ പത്രങ്ങളിങ്ങനെ ഷീറ്റായിട്ട് തൂക്കിയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ മീൻ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണം ഒരു പറിച്ചെടുത്ത് പൊതിഞ്ഞ് തരും. അപ്പോൾ ഒരിക്കൽ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഒരാഴ്ചയോളം ബുദ്ധിമുട്ടി ചെയ്ത ഒരു ഗ്രാഫിക്സ് ഇങ്ങനെ ഫുൾ പേജ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, അത് കുറേ പേര് നിൽപ്പുണ്ട്, അതെനിക്ക് തന്നെ പൊതിഞ്ഞ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇറങ്ങിയ ഒരു 10 മണി വരെയുള്ള സമയത്തെ ആയുസേ ഉള്ളൂ പത്രത്തിന്. അതേസമയം ഇതേ ഡാറ്റ ഞങ്ങൾ ഓപ്പൺ സോഴ്സിലേക്ക് ഇട്ടാൽ, ഇപ്പോൾ ഈ ഡ്രൈവിലിട്ടിരിക്കുന്ന ശരത്തിട്ടിരിക്കുന്ന സാധനം ഓപ്പൺ സോഴ്സിലേക്ക് ഇട്ടാൽ ശരിയാണ്, ഒരിക്കലും പോകാതെ അത് കിടന്നോളും. നമ്മുടെ എഫർട്ട് വെറുതെ ആകുന്നില്ല എന്നുള്ള ഒരു സമാധാനമെങ്കിലും ഉണ്ട്. സന്തോഷമേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഉണ്ടായി വരണം. അതൊരു ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഈ വിഷ്വലൈസേഷൻ കാരണം ഓഡിയൻസ് കൂടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്നും അത്രയും പറയാനായിട്ടുള്ളൊരു ഡേറ്റ ഇല്ല. കാരണം നമ്മൾക്കൊന്നും അത്രയും നമ്പർ ഓഫ് കണ്ടൻസ് അത്ര ഇല്ല. ഈ ഡേറ്റ വിഷ്വലൈസേഷൻ്റെ അത്രയും നമ്പർ ഓഫ് കണ്ടൻസ് ഇല്ല. പക്ഷേ പൊതുവിലൊരു ട്രെൻഡ് വിശകലനം ചെയ്യുമ്പോൾ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളൊരു ട്രെൻഡ് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ ഡേറ്റ ഉപയോഗിച്ചിട്ടുള്ള ജേർണലിസത്തിന് കുറച്ചും കൂടി ഒരു ഓഡിയൻസ് ഉണ്ടായി വരുന്നതായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് തന്നെ ഇപ്പോൾ കുറേ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിനൊക്കെ പൊതുവെ ഓഡിയൻസ് ഉള്ളതായിട്ടാണ് പൊതുവെ ജനറലി ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ പൊതുവെ അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. മാത്രമല്ല പ്രത്യേകിച്ച് ചില ക്രൈസിസ് ഘട്ടങ്ങളിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യം ഈ ഗാസയുടെ ഉദാഹരണം പറയാൻ വന്നതുകൊണ്ട്, ഇപ്പോൾ ഗാസയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കി തന്നത് പലപ്പോഴും, ഇപ്പോൾ എനിക്കൊക്കെ വ്യക്തമാക്കി തന്നത് ശരിക്കും ഡേറ്റ വിഷ്വലൈസേഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗാസ എങ്ങനെയാണ് ഒരു തുറന്ന ജയിലായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പലപ്പോഴും അൽ ജസീറയുടെയൊക്കെ ഇപ്പോൾ AJ+ എന്ന് പറഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഡേറ്റ വിഷ്വലൈസേഷൻസിൽ എവിടെയാണ് റഫ അതിർത്തി വരുന്നത്, എവിടെയാണ് ഗാസ സിറ്റി വരുന്നത്. ഇപ്പം നോർത്ത് ഗാസയിലുള്ള ആളുകളോട് സൗത്ത് ഗാസയിലേക്ക് ഒഴിയാൻ പറയുന്നു. അപ്പോൾ സൗത്ത് ഗാസ എവിടെയാണ്, നോർത്ത് ഗാസ എവിടെയാണ് റഫ അതിർത്തി വരുന്നത്, എവിടെയാണ് ലെബനോനുമായിട്ടുള്ള അതിർത്തി വരുന്നത് എന്നുള്ളൊരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിൽ, എനിക്ക് തോന്നുന്നു പത്രങ്ങളും അത് ആ രൂപത്തിൽ അത്തരത്തിലുള്ള മാപ്പിലൂടെ തന്നെ അല്ലെങ്കിൽ ആ വിഷ്വലൈസേഷനിലൂടെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ വിഷ്വലൈസേഷൻ ആ രീതിയിൽ വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ വിഷ്വലൈസേഷൻ എന്നുള്ള ഒരു അഡീഷണൽ എലമെൻ്റ് കൂടി ജേർണലിസത്തിനൊപ്പം വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കൂടുതൽ വായനക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സാധ്യതകൾ നിൽക്കുന്നുകൊണ്ട് തന്നെ അത് പോസിറ്റീവായി വരുന്നതായിട്ടാണ് തോന്നുന്നത്. രണ്ടുപേർക്കും നന്ദി, മാനുവൽ സാറിനും ശരത് ചേട്ടനും.